അദ്വൈത പ്രചാർ സഭ എറണാകുളം ആസ്ഥാനമായി 2016 ആരംഭം കുറിച്ചത്. 2017 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 18 അംഗ ഭരണസമിതിയാണ് ഈ സഭയ്ക്കുള്ളത്. അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് PR പത്മനാഭൻ നായർ. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. കഴിഞ്ഞ 6-7 മാസം മുമ്പ് അദ്ദേഹം നിര്യാതനായി. D ബാബുരാജൻ അവர்களാണ് സഭയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത്. ശ്രീ PS അരവിന്ദാക്ഷൻ നായർ അതിൻ്റെ ട്രഷററും ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്, അദ്വൈതം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സഭയുടെ പ്രവർത്തനം കൊണ്ട് പ്രധാനമായും വീക്ഷിക്കുന്നത്. വിവിധ ആധ്യാത്മിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, അതുപോലെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ കണ്ടെത്തി നിശബ്ദമായി പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അവരെ ആദരിക്കുക മുതലായ കാര്യങ്ങൾ സഭ ഏറ്റെടുക്കുന്നുണ്ട്. കൂടാതെ ദേവഭാഷയായ സംസ്കൃതം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് മുതലായവ സംസാരിക്കുവാൻ ആൾക്കാരെ പഠിപ്പിക്കുക. നമ്മുടെ സനാതന ധർമ്മികൾക്ക് ഏറ്റവും അനിവാര്യമായ അവരുടെ ജീവിത വിജയത്തിന് ഉതകുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ധർമ്മം. അത് എല്ലാ വർഷവും 3-4 പേരെ ഈ സഭ ആദരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2020 സമ്മേളനത്തിൽ ആണ് ഏറ്റവും കൂടുതൽ പേരെ ആദരിച്ചത്. പത്മശ്രീ K. കുഞ്ഞോൽ, ശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ, അവര് ഗോത്രവർഗത്തിന്റെ സമുന്നതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു മഹതിയാണ്. അവരെ 2 പേരെയും സഭ ആദരിക്കുകയുണ്ടായി. കൂടാതെ കുറെ പൊതുപ്രവർത്തകരെയും ആദരിച്ചു. ഇന്ന് നമ്മൾ പ്രമുഖ സാഹിത്യകാരനായ സനാതന ധർമ്മത്തിനു വേണ്ടി ഒട്ടേറെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയെ ആദരിക്കുന്നുണ്ട്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ CM ജോയ് അവരെ ആദരിക്കുന്നുണ്ട്. കൂടാതെ പ്രമുഖ ആത്മീയ പ്രവർത്തകൻ, ഗുരുധർമ്മ പ്രവർത്തകനുമായ ശ്രീ TU ലാലൻ, അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന പൂത്തോട്ട ഹൈസ്കൂളിലെ സംസ്കൃത വിഭാഗം മേധാവിയും പ്രഭാഷകയുമായ സുലേഖ ടീച്ചറെ ആദരിക്കുന്നുണ്ട്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ രാജീവ് തൃക്കാക്കരയെ ആദരിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ഏറ്റവും സവിശേഷത പരമപൂജനീയനായ ശിവഗിരി ശ്രീനാരായണ സംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ നമ്മളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് വർക്കലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ ജസ്റ്റിസ് R. ഭാസ്കരൻ സാറ് വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ പ്രമുഖരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കും. ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അദ്വൈത പ്രചാര സഭ ഏതാണ്ട് വർഷങ്ങളായിട്ട് ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. ബാബുരാജ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം കൊണ്ടാടുന്നത്. പക്ഷേ ക്രിസ്തുമത ഛേദനത്തെക്കുറിച്ച് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കേരളത്തിലെ മതപരിവർത്തനം നടക്കുന്ന മതപരിവർത്തനത്തിനെതിരെ ചട്ടമ്പി സ്വാമി എഴുതിയ ക്രിസ്തുമത ഛേദനം, ആ പ്രവർത്തനവുമായി കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ പ്രചരണം നടത്തിയ ഒരാളാണ് ഞാൻ. ക്രിസ്തുമത ഛേദനം ഇനി ഇവിടെയുള്ള എല്ലാവരും, ഈ കേരളത്തിലുള്ള എല്ലാവരും ക്രിസ്തുമത ഛേദനത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. രാജ ചട്ടമ്പി സ്വാമികളുടെ 172ാമത് ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചട്ടമ്പി എന്നുള്ള ഒരു പേര് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യസ്തമായതാണ്. കാരണം അത് സ്കൂളില് മുതിർന്ന, അതായത് ക്ലാസ് ലീഡറെയാണ് ചട്ടമ്പി എന്നുള്ള തസ്തികയിലേക്ക് പറഞ്ഞിട്ടുള്ളത്. ചട്ടമ്പി എന്നുള്ള തസ്തിക വരുന്നത് അധ്യാപകരെ ഒരു ക്ലാസ് ലീഡറെ
പറഞ്ഞു. ആ ക്ലാസ് ലീഡറാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇന്ന് പല ജന്മദിനമായിട്ട് മിക്കവാറും അദ്ദേഹത്തെ ആദരിക്കേണ്ട സംഘടനകളൊന്നും കാര്യമായിട്ട് ഇന്ന് ഒരു പ്രത്യേകത ഒന്നും കണ്ടില്ല. ചില മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തോടുള്ള ഒരു പ്രസ്ഥാനങ്ങളും അതിനെ ആ ഒരു ജന്മദിനം ആചരിക്കുന്നതായിട്ട് കണ്ടില്ല. ബാക്കി പല ജന്മദിനങ്ങളും ആചരിക്കുന്നെങ്കിലും എന്തുകൊണ്ടോ ഇത് ജനം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയ ഒരു സംവിധാനത്തിലാണ് കണ്ടത്. ശ്രീനാരായണ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഇവർ തമ്മിലുള്ള ആ ഒരു ആദ്യ കാലയളവില് വളരെയധികം ശ്രീനാരായണ ഗുരുവിനോട് അടുത്ത് പ്രവർത്തിച്ച ഒരു ദേഹമാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ അവർ. ആ അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ന് ഉചിതമായിട്ട് രീതിയിൽ ആചരിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ വർഷവും ഈ അദ്വൈത പ്രചാര സഭ ഈ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം വളരെ ഭംഗിയായ രീതിയിൽ മിക്കവാറും ഇവിടെ വെച്ചല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിനെ ആ വിധത്തില് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ ജന്മദിനമായിട്ട് ആചരിക്കുകയും അതോടൊപ്പം തന്നെ പൊതുരംഗത്ത്, അതായത് പ്രത്യേകിച്ച് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരെ ആ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യാറുണ്ട്. അതാണ് ഈ പറയുന്ന ഗുരുധർമ്മ പ്രചാര സഭയുടെ അദ്വൈത പ്രചാര സഭയുടെ ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറയുന്ന എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം മറ്റു വിശിഷ്ടാതിഥികളായ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട, റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീമൻ നാരായണൻ എന്നിവരെയും ക്ഷണിക്കുന്നു. സ്വാമികളെയും മറ്റു വിശിഷ്ടാതിഥികളെയും ബഹുമാന गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ നാവികം നീ മഹാക്രിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടിന്നും പൊരുളൊടുങ്ങിയാൻ നിന്നിലും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം അന്നവത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും
സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ, മായയും മായാവിയും മായാവിനോദനം നീയല്ലോ, മായയെ നീക്കി സായുജ്യം നൽകുമായതും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്ക നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു, ജയിക്കുക ആഴമേറും നിന്മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. പരമഗുരവേ നമഃ. അദ്വൈത പ്രജാസഭയുടെ സ്ഥാപക സെക്രട്ടറിയും സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തനവുമായിരുന്ന അഡ്വക്കേറ്റ് PR പത്മനാഭൻ നായരുടെ വിയോഗത്തിലും കേരള സാഹിത്യ മണ്ഡലത്തിലെ ഗുരുനാഥനും നമ്മുടെ അഭ്യുദാകാംക്ഷിയുമായിരുന്ന പ്രൊഫസർ MK സാനുമാഷിന്റെ വിയോഗത്തിലും വൈദ്യശാസ്ത്ര രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ആധ്യാത്മിക പ്രചരണ രംഗത്തും നിറസാന്നിധ്യവും നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും നമ്മുടെ ആദരവിന് പാത്രമാവുകയും എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറും ലോക ആരോഗ്യ സംഘടനയുടെ ഉപദേഷ്ടാവുമായിരുന്ന ഡോക്ടർ ജയലാൽ മോഹന്റെ അകാല വേർപാടിലും സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ചട്ടമ്പിസ്വാമി തിരുവടികളുടെ 172ാം ജന്മദിനമാണ്. ഇക്കഴിഞ്ഞ ഓണത്തിലാണ് നാം ശ്രീനാരായണന്റെ അദ്വൈത പ്രജാസഭയെ കുറിച്ച് 2 വാക്ക്. 17 തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി സഹായത്തനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. മനുഷ്യൻ പരസ്പരം പങ്കിട്ടും ജീവിക്കുന്നതിന് പകരം അന്യോന്യം വിരോധിച്ചും കലഹിച്ചും ആക്രമിച്ചും സമൂഹത്തിൽ അസാധ്യവും സൂര്യകേടും സൃഷ്ടിക്കുന്നു. ഏറെ ശ്രേഷ്ഠവും ദുഃഖനാശകവും ഈശ്വര സ്വരൂപവുമായ പരമാത്മ ചൈതന്യത്തെ നമ്മുടെ അന്തരാത്മാവിൽ പ്രതിഷ്ഠിക്കാം. ഈ പരമാത്മവും പവിത്രവുമായ ചൈതന്യം നമ്മുടെ ആത്മബോധത്തെ വികസിപ്പിക്കും. ഏകത്വത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്തെമ്പാടും പ്രതിധ്വനിപ്പിക്കുവാൻ അതുവഴി ലോകസമാധാനവും ശാന്തിയും നേടുവാനും അദ്വൈതം എന്ന സത്യസാക്ഷാത്കാരത്തിലൂടെയുള്ള നന്മ നിറഞ്ഞ ജീവിതത്തിന് നമുക്ക് കടമെടുക്കാം. ഈ ദർശനത്തെ ലോക ജനതയ്ക്ക് നയിക്കുവാൻ പ്രചോദിപ്പിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനത്തിന്റെ ഭിന്നഭാവ ചിന്തകൾക്ക് അതീതമായി ഈശ്വരീയമായി ദർശിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ സനാതന ധർമ്മ പഠന ക്ലാസുകൾ ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്ക് സന്ദർശന പരിപാടികൾ, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷാപരിചയ ക്ലാസുകൾ, സെമിനാറുകൾ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, അത് മുന്നോക്ക പിന്നോക്ക ഗോത്രവർഗ വിഭാഗക്കാരിൽ താഴെത്തട്ടിലുള്ളവരെ കൂടി ഒപ്പം നിർത്താൻ പരിശ്രമിക്കണം. പ്രകൃതി സംരക്ഷണം, ആതുര ശുശ്രൂഷ രംഗത്തെ അനിഷേധ്യം, നിസ്വാർത്ഥരായ പൊതുപ്രവർത്തകർ, കല, സാഹിത്യം, ആധ്യാത്മികം തുടങ്ങിയ തുറയിൽ പ്രമുഖർ തുടങ്ങിയവരെ കണ്ടെത്തി സഭ ആദരിച്ചു വരും. 1 വർഷമായി 50,000 ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ
ആശംസകൾ സംബന്ധിച്ച സച്ചിദാനന്ദ സ്വാമികൾ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാ ആത്മസഹോദരർക്കും എൻ്റെ വിജയമാണ്. സമയം വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ വിശിഷ്ട വ്യക്തികളുടെ പേര് പറയുന്നില്ല, ക്ഷമിക്കണം. ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് നിങ്ങൾക്ക് എല്ലാം സുപരിചിതനായ IG വിജയൻ സാറിൻ്റെ ഇവിടെ പ്രയാണത്ത് ഒരു സ്ഥലത്ത് ഒരു ക്ലാസ്സിൽ കണ്ടു. ക്ലാസ്സിലെ കുട്ടികൾ ഒരു ജില്ലയിലുള്ള ഏറ്റവും മിടുക്കരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവിടെ പ്രത്യേകം ക്ലാസ് നൽകിയാണ്. യോഗ, മെഡിറ്റേഷൻ തുടങ്ങി വ്യത്യസ്തമായ ധാരാളം ക്ലാസ്സുകളാണ് നടക്കുന്നത്. അവിടെ IAS ആയാലും IPS ആയാലും അവാർഡ് വാങ്ങിച്ച അധ്യാപകർ ഉൾപ്പെടെ അവസരം ക്ലാസ്സുകൾ. എന്നെ ഒരു ദിവസം അതിനുവേണ്ടി ക്ലാസ് എടുക്കാൻ എൻ്റെ സുഹൃത്തായ കേണൽ കൃഷ്ണൻ അദ്ദേഹം എന്നെ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ക്ലാസ് കഴിയുമ്പോൾ അവിടുത്തെ കുട്ടികൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുക. ആ 60 കുട്ടികളും അവർ അഭിപ്രായം എഴുതി തന്നിരുന്നു. അതിൽ ഒരു കുട്ടി പെൺകുട്ടിയാണ്, ഇസ്ലാം മത വിശ്വാസിയായ ഒരു കുട്ടിയാണ്. എഴുതിയിരുന്നു, ഇത്തരത്തിലൊരു അറിവ് എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്ന ഒരു 16-17 വയസ്സുള്ള കുട്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന്. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഒരു കുട്ടി പറയുകയാണ് ശരിയായ അറിവ് ശരിയായ സമയത്ത് കിട്ടാതെ പോയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയധികം വിഷമം അനുഭവിക്കുന്നത്. അവിടെ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത്, ഞാൻ മുമ്പ് ടൗൺ പ്ലാനറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ആത്മനിഷ്ഠമായ കേരള സ്റ്റേറ്റിൻ്റെ ചീഫ് ടൗൺ പ്ലാനറായിരുന്ന വ്യക്തിയുടെ രാജീവ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയത് ടൗൺ പ്ലാനിങ്ങിനെ പറ്റി കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഞാനന്ന് അവിടെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആയി തീർന്നാലും നമുക്ക് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാകും. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, എഞ്ചിനീയർ കൂടി ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. എത്ര 100 നിലയുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിലും ശരി, എങ്ങനെ എവിടെ നിർമ്മിച്ച കെട്ടിടമാണെങ്കിലും ശരി, എത്ര വലിയ കൊടുങ്കാറ്റിലും എത്ര വലിയ ഭൂമികുലുക്കത്തിലും വെള്ളപ്പൊക്കത്തിലും എന്ത് കലാമിറ്റി ഉണ്ടായാലും അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നത് അതിൻ്റെ ശക്തമായ ഫൗണ്ടേഷനാണ്, നിലനിർത്തുന്നത്. നമ്മൾ കാണാം, ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ചില കെട്ടിടങ്ങളൊക്കെ താഴ്ന്നു വീഴും, ചിലത് മാത്രം നിലനിൽക്കും. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുത്ത സന്ദേശം, നമ്മുടെ ജീവിതം ഒരു വലിയ കെട്ടിടം പണിയുന്നത് പോലെയാണ്. അത് കെട്ടിപ്പോകുമ്പോൾ അദൃശ്യമായ ഒരു ഫൗണ്ടേഷൻ അതിനുണ്ടാവും. എങ്ങനെയാണോ ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഒരു കെട്ടിടത്തെ നിലനിർത്തുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കലാമിറ്റീസിനെയും നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എന്ത് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യങ്ങൾ പിന്തുടരുക തന്നെ വേണം. എല്ലാ മതങ്ങളിലും അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബൈബിളിലാണെങ്കിൽ 10 കൽപ്പനകൾ പറയുന്നുണ്ട്, ഖുർആനിലാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊരു 10-28 കൊല്ലം മുമ്പ് ഖുർആൻ
പഠിക്കാനുള്ള അവസരമുണ്ട്. എൻ്റെ ഓഫീസിലെ ഒരു സൂപ്പറുണ്ട്, എല്ലാ ദിവസവും 5 മണി കഴിയുമ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യമെന്ന് പറയും. അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് നോട്ടൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് വളരെയധികം ആത്മാർത്ഥയോടെ പഠിപ്പിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. പഠിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇതൊക്കെ മിക്കതും വേദങ്ങളിലും ഉപനിഷത്തുകളിലും നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ പറയുന്ന ആശയങ്ങൾ തന്നെയാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറയേണ്ടി വന്നു. അത് സത്യമാണ്. പുരാണങ്ങളൊക്കെ തന്നെ, പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ സത്യത്തിലെ 99% സാങ്കല്പിക കഥകളാണ്. ഞാൻ എന്നെ കാണാറുള്ളത്, പണ്ട് ബുദ്ധി കുറഞ്ഞ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു രാജാവ് വല്ല പണ്ഡിതനായ ഒരാളെ കൊണ്ട് പഞ്ചതന്ത്രം കഥ എഴുതിച്ചതുപോലെ കഥാരൂപത്തിലാണ് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ ആശയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഈ നിർഭാഗ്യവശാൽ പലപ്പോഴും 99% ആൾക്കാർ ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് അത് ജീവിത ലക്ഷ്യം കൈവരിക്കാൻ, ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുമ്പരിക്ക് 100-300 കുട്ടികളുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ ഉത്തരം പറഞ്ഞില്ല. അതിൽ ചില ആൾക്കാർ ദൈവദശം അറിയാവുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരോടും ചോദിച്ചു, നിങ്ങൾക്ക് അറിയാമല്ലോ പറഞ്ഞുകൂടെയും ചോദിച്ചു. അവരും പറയുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ദൈവദശത്തിൻ്റെ അവസാനത്തെ വരി ആഴമേറുന്ന നെന്മകസ മാഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾ കുട്ടികൾ ദൂരത്തുന്നത് അറിയില്ല എന്നുള്ള വസ്തുത. ആ സുഖം അനുഭവിക്കാൻ നമ്മൾ എന്തെല്ലാം അറിയണം, ആചരിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി ശരിയായൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കിയില്ല. ലക്ഷ്യം എന്താണെന്ന് അറിയില്ല, അതിനുള്ള മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതെല്ലാം നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എന്നാൽ കുട്ടികൾക്ക് ഞാനന്ന് പറഞ്ഞു കൊടുത്ത ആശയങ്ങൾ ഖുറാനിലെയും ബൈബിളിലെയും ഭഗവത്ഗീതയിലെയും മറ്റ് മഹാഗുരുക്കന്മാർ ചിന്നാളുകളുടെയും ചട്ടമ്പിസ്വാമിയുടെയും ഒക്കെ സന്ദേശങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഏത് ഗ്രന്ഥത്തെയാണെന്നും പറഞ്ഞില്ല. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ആ കുട്ടികൾ എഴുതി കൊടുത്തു, ഞങ്ങൾ 2 വർഷമായിട്ട് ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു എന്ന് അവരെല്ലാവരും ഏകകണ്ഠമായി എഴുതി. അത് എനിക്ക് പ്രസംഗം വലിയ കാര്യമുള്ള സാമർഥ്യമുള്ള ആളല്ല, എങ്കിലും ഞാൻ പറഞ്ഞ ആശയത്തെ അവർ മനസ്സിലാക്കി. ഇതാണ് എൻ്റെ പ്രധാന കാരണം. എന്നാൽ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ വേണ്ടതുപോലെ പഠിപ്പിക്കുന്നു. അന്ന് ഞാൻ ആ കുട്ടികളോട് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, അത് അവരെ സ്ട്രൈക്ക് ചെയ്തത് ഈ ഭഗവത്ഗീതയിലെ 12ാം അധ്യായത്തിലെ 13, 14 ശ്ലോകങ്ങളിലായി 4ാമത് പറയുന്നൊരു കാര്യമാണ്, ഒരു ജീവിയെയും വെറുക്കരുത്, എല്ലാ ജീവികളോടും കരുണയും കാരുണ്യവും ഉണ്ടാവണം, ഒരു ജീവിയെ വെറുക്കരുത്, സുഖത്തിലും ദുഃഖത്തിലും സമയത്ത് പുലർത്തണം, അഹന്തയും മമതയും ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള 9 കാര്യങ്ങൾ അതിനകത്ത് പറയും. അതിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യം സുഖത്തിലും ദുഃഖത്തിലും സമയത്ത് പുലർത്തണം. അപ്പോൾ ഇത് തന്നെയാണ് ജ്ഞാനാനുഭവം പറഞ്ഞിട്ടുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും നടുനിലയിൽ നിൽക്കണം. ഏതൊരു ഗ്രന്ഥമെടുത്താലും ഇതേപോലെ തന്നെ ഒരേ ആശയത്തിൽ തന്നെയാണ് വ്യത്യസ്തമായ ഭാഷകളിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഖുറാനിലായിരുന്നാലും ബൈബിളിലാണെങ്കിലും ഒക്കെ ഇത് തന്നെ ഒരേ ആശയം തന്നെയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്നതും ഒരു കുളത്തെ അടിച്ചാൽ മറുകുള്ള കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നതും ഉൾപ്പെടെ ഇതെല്ലാം ഇതിന്റെ പിന്നിൽ അദ്വൈത ദർശനം തന്നെയാണ്. ഏത് മതഗ്രന്ഥം നോക്കിയാലും ഈ ആശയം തന്നെയാണ് എനിക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടത്. ഈ ഒരു കാര്യം സത്യത്തില് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഈ അദ്വൈത ദർശനം തന്നെ പഠിപ്പിക്കാൻ സ്കൂളിൽ പാഠപദ്ധതി ആക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർവമത സാരവും ഏകമാണ്, അത് അദ്വൈത ദർശനമാണ്. അതിനകത്ത് അതിലെ ഏറ്റവും വലിയ ഖേദകരമായ കാര്യം ഈ അടുത്തിടയ്ക്ക് ശിവരിയിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു അദ്വൈതദർശിയാണോ സനാതന വിശ്വാസിയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ടി വി വരുമ്പോൾ അന്ന് വളരെ ഖേദം തോന്നിയ കാര്യം സനാതന ധർമ്മം എന്താണ് എന്ന് പലരും സംസാരിക്കുന്നില്ല. വളരെ ചെറിയ നിസ്സാരമായ ഒരു കാര്യം പോലും വ്യക്തമായി പല ആൾക്കാർ പ്രഭാഷകർ പറയുന്നില്ല എന്നുള്ളത് പല രീതിയിൽ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും
എപ്പോഴാണോ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഹിതകരമാകുന്നത്, അല്ലെങ്കിൽ സുഖകരമാകുന്നത്, അല്ലെങ്കിൽ ആർക്കും ദുഃഖമുണ്ടാകാത്തത് ആകുന്നത്, അങ്ങനെയുള്ള കർമ്മങ്ങളും ചിന്തകളും വാക്കുകളൊക്കെ തന്നെയാണ് സനാതന ധർമ്മം. അത്രയുള്ള ലളിതമായ കാര്യം. ആ ലളിതമായ കാര്യത്തെ വളരെ വളച്ചൊടിച്ച് വക്രിച്ചാണ് പലപ്പോഴും സംസാരിച്ചു വരുന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഏതായാലും ഞാനിതുപോലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഞാനൊരു 300ഓളം വിദ്യാർത്ഥികളിൽ നിന്ന് ചോദ്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇവർക്ക് എന്തെങ്കിലും അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ശരിയായ അറിവ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം ഉത്സവ സമാനമാക്കാം, അല്ലെങ്കിൽ ഉത്സവം ഒരു ആഘോഷമാക്കാം എന്ന ആ ഒരു ഗ്രന്ഥം എഴുതി. 2200 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങൾ വന്നു. അതിൽ 41 അധ്യായങ്ങളുണ്ട്. അതിൽ ഈ വേദങ്ങൾ, ഉപനിഷത്തുകൾ, രാമായണം, പിന്നെ മഹാഭാരതം തുടങ്ങി തിരുക്കുറല്, അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളെ സമന്വയിപ്പിച്ച് ലളിതമായ ചോദ്യങ്ങൾ ഉത്തരങ്ങളുമായിട്ടാണ് തയ്യാറാക്കിയത്. അതിന് അവതാരിക എഴുതിയ സാനുമാഷ് പറഞ്ഞു, എല്ലാവരും ജീവിതത്തെ വളരെ ദുഃഖത്തോടെയാണ് കാണുന്നത്, ഒരിക്കലും നാട് നന്നാകില്ല എന്ന് പറയുമ്പോൾ ബാബുരാജിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവിതം ആഘോഷമാക്കാം, ഉത്സവ സമ്മാനമാക്കാം എന്ന് എഴുതിയിരിക്കുന്ന വലിയൊരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ബുക്ക് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വലിയ നോബൽ പ്രൈസ് വാങ്ങിച്ച ആൾക്കാരെ കൂട്ടിയതുകൊണ്ടാണ് എഴുതിയത്. എന്റെ വിശ്വാസത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മാറ്റം ഉണ്ടായാൽ, ഈ അദ്വൈത ദർശനം ശരിയായ രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്ത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിലുള്ള ഈ വേർതിരിവുകളും തന്മൂലമുണ്ടാകുന്ന കലാപങ്ങളും ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നതിൽ അത് തന്നെയാണ്. ഇവിടെ എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയും പോലെ തൃശ്ശൂർ ജില്ലയും പോലുള്ള ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഈ ഇസ്രായേലും ഗാസയായിട്ടുള്ള പ്രദേശങ്ങളിൽ. സത്യത്തിലെ സഹോദരന്മാരാണ്. വളരെ നമുക്കിപ്പോ നമ്മുടെ പണ്ടുകാലത്ത് പറയാൻ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പല സമയത്തായിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം, ചുരുക്കം പേര് അല്ലാതെ പോകുന്നത്. അത്രയും അടുത്ത ബന്ധമുള്ളവർ എന്തിന്റെ പേരിലാണ് ഈ കലഹിക്കുന്നത്? എത്രയോ വർഷങ്ങളായിട്ട് ആ ആധാർമികമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അറിവില്ലായ്മയാണ്, അജ്ഞത. ഈ അജ്ഞതയുടെ ഈ എന്താ പറയുന്ന ഏറ്റവും ഖേദകരമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാകണം, അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടൊരു കാര്യം, ഈ അവിടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാൻ എല്ലാവർക്കും ഇന്ന് സമയം വളരെ കുറവാണ്. 15 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീഷ്മാചാര്യരെ പോലെയാണ് ഇന്ന് നമ്മുടെ ജനങ്ങളിൽ ഭൂരിപക്ഷവും. ഭീഷ്മാചാര്യ സരസ്വതി കിടക്കുമ്പോൾ ഭീഷ്മോപദേശം കൊടുക്കുന്ന സമയത്ത് കുന്തിദേവി ചിരിച്ചു. അപ്പൊ എന്ത് ചോദിച്ചു, ഇങ്ങോട്ടാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു. അങ്ങ് പാഞ്ചാലി വസ്ത്രാക്ഷരം ചെയ്യുന്ന സമയത്ത് അങ്ങ് ആചാര്യസ്ഥാനത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അങ്ങ് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഈ വസ്ത്രാക്ഷരം നടക്കില്ലായിരുന്നു, ഹീനമായ പ്രവർത്തനം നടക്കില്ലായിരുന്നു. ആചാര്യസ്ഥാനത്തുള്ളവർ യഥാസമയം പ്രതികരിച്ച ആ യുദ്ധം തന്നെ ഉണ്ടാവില്ല. ആ പാഞ്ചാലി വസ്ത്രാക്ഷരമാണ് കാരണമായി തീർന്നു. അങ്ങ് പ്രതികരിച്ചില്ല. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, അറിവില്ലാത്തവർ ചെയ്യുന്ന തെറ്റല്ല പ്രധാന പ്രശ്നം, അവരല്ല കാരണക്കാർ. അറിവുള്ളവർ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഇന്ന് ലോകം നേരിടുന്ന സമസ്ത പ്രശ്നങ്ങളുടെയും മൂല കാരണം. അറിവുള്ളവർ ഈ അധർമ്മങ്ങൾക്കെതിരെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അവർക്ക് അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ തയ്യാറാക്കിയ പുസ്തകം ഇവിടുന്ന് അതിൻ്റെ പകുതി വിലയ്ക്കല്ല, ഇവിടെ എൻ്റെ 1/3 വിലയ്ക്ക് ഇവിടെ ലഭ്യമാകും. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക, അത് വായിക്കണം എന്നൊരു റിക്വസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശംസ എഴുതിയിരിക്കുന്ന പോലീസ് DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറാണ്. പിന്നെ അതിന് ആശംസ എഴുതിയിരിക്കുന്ന നോവലിസ്റ്റും സയൻറ്റിസ്റ്റും ഒക്കെ ആയ C. രാധാകൃഷ്ണൻ, പിന്നെ KN ഖാദർ, പിന്നെ ഡോക്ടർ ഫാദർ എബ്രഹാം എനിക്കലിക്കൽ, നമ്മുടെ ഫാദറിൻ്റെ അവിടെ തന്നെ ഒപ്പമുള്ള ആളാണ്. KCBCയിലെ സീനിയറായിട്ടുള്ള ഫാദറാണ്, ഇപ്പം കൂടുതലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മുസ്തഫ മൗലവി,
തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ അതിന് അവതാരിക എഴുതിയിട്ടുണ്ട്, ആശംസ എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതിയാണ്. അത് നിങ്ങൾ വാങ്ങാൻ കഴിയുന്നു, വാങ്ങണം, വായിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തട്ടെ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്നവർ ഒരു ഭൂരിപക്ഷം പേരും, ഇവിടെ ഇരിക്കുന്നവർ ബഹുഭൂരിപക്ഷം പേരും എൻ്റെ സുഹൃത്തുക്കളും ആത്മമിത്രങ്ങളുമാണ്. എന്നെ അറിയാത്തവർ, എനിക്കറിയാത്ത ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. ഇവിടെ ഇരിക്കുന്നവർ ബഹുഭൂരിപക്ഷം പേരും ഓരോ വലിയ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. ഇവിടെ ഗുരുശ്രീ ഒരു വലിയ പ്രസ്ഥാനമാണ്. ദിവ്യസ്കാരിക രാമറാവു അദ്ദേഹം, അതേപോലെ തന്നെ കമാൻഡർ മാത്യു സുരവിട, പിന്നെ പാർട്ടി വിചാരകത്വത്തിൻ്റെ സെക്രട്ടറി, പിന്നെ ടി.എൻ. പ്രതാപൻ, എല്ലാവരുടെ പേരുകളുടെ സമയം പോകും. ഈ ഇരിക്കുന്നവരെല്ലാം ഓരോ വലിയ പ്രസ്ഥാനങ്ങളാണ്. 1000 പേർക്ക് തുല്യമായ ഒരു സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ പീയൂഷ ലഹരീമഗ്നമാനസം ഭാവയേത് ഭവനാകാരം ശ്രീഗുരും ശിശുനാമകം അവതാരവരിഷ്ഠന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. സത്യ ജിജ്ഞാസുക്കളായ സദസ്യരെ, ചട്ടമ്പിസ്വാമി തിരുവടികളുടെ 172ാമത് ജയന്തി ആഘോഷ പരിപാടിയിൽ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ബാബുരാജ് അവറുകൾ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട, വേദി രൂപസ്ഥരായിരിക്കുന്ന ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ ആചാര്യന്മാരെ, വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും ശിവഗിരി മഠത്തിൻ്റെ മംഗളാശംസകൾ ആദ്യം തന്നെ അർപ്പിച്ചു. ചട്ടമ്പിസ്വാമികളുടെ ഈ ജയന്തി ആഘോഷ പരിപാടിയിൽ അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. എന്നോട് വളരെ സ്നേഹവും ആദരവും വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് ഈ അദ്വൈത വിചാര സഭയുടെ പ്രസിഡന്റ് ശ്രീ ബാബുരാജ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. അന്ന് വേറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യം കുറെ നേരത്തെ പറഞ്ഞതുകൊണ്ട് മറ്റു പരിപാടികളൊക്കെ ഒഴിവാക്കി ഞാനിവിടെ സ്വാമി തിരുവടികളുടെ ഈ ജയന്തി ആഘോഷത്തിൽ വന്ന് പങ്കെടുക്കുകയാണ്. ഞാൻ ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെയും ഗുരുദേവന്റെയും ആത്മചൈതന്യം ബ്രഹ്മചൈതന്യമായി നമ്മെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ആനന്ദപൂർണമായി നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സമ്മേളനത്തിൽ ഒരു കുട്ടി ദൈവദശകം ചൊല്ലി, അതോടുകൂടിയാണ് സമ്മേളനത്തിൻ്റെ ആരംഭം. ചട്ടമ്പിസ്വാമി സന്തോഷത്തോടു കൂടി ആ ആത്മചൈതന്യം മന്ത്രിക്കും. നാണൻ എഴുതിയ ദൈവദശകം എൻ്റെ ജന്മദിനാഘോഷത്തിൽ ചൊല്ലിയല്ലോ, എനിക്കതിൽ വലിയ സന്തോഷം. ഇപ്പോൾ ഗുരുദേവൻ പറയും, എൻ്റെ ആത്മസുഹൃത്തായ അങ്ങയുടെ ജയന്തി ആഘോഷത്തിൽ ഈ ദൈവദശകം പ്രാർത്ഥന ആലാപനം ചെയ്യാൻ സാധിച്ചത്
എനിക്ക് വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് എന്ന് ഗുരുദേവനും പറഞ്ഞു. അനുഗ്രഹവർഷം നമ്മളിൽ ആവോളം ചൊരിയുമാറ് പര്യാപ്തമാകുമാറാണ് ഈ സമ്മേളനം ഇങ്ങനെ അദ്വൈത വിചാര സഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അദ്വൈത വിചാര സഭയുടെ പ്രവർത്തകരെ, ഭാരവാഹികളെ ഞാൻ ഈ അവസരത്തിൽ ആഘോഷം ഇത് കേരളക്കരയിൽ പല പ്രദേശങ്ങളിലും നടക്കുന്നു. ആ മഹാപുരുഷൻ സമൂഹത്തിന് നൽകിയ സംഭാവന ധാരാളമായി പഠനങ്ങളും അതേപോലെ ചർച്ചകളുമൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. ഇന്ന് ഞാനിവിടെ തനതായി നിലനിൽക്കുന്ന കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് ചട്ടമ്പി സ്വാമികളുടെ സമ്പൂർണ്ണ കൃതികൾ 2 വാല്യങ്ങളായി പുസ്തകം ചെയ്തതിൻ്റെ കമനീയമായ നല്ല കാർഡ്ബോർഡ് ബൈൻഡോട് കൂടി 2 വാല്യങ്ങളായി ഈ ഗ്രന്ഥങ്ങൾ പ്രസാധനം ചെയ്തത് സ്വാമിയോടുള്ള ഏറ്റവും വലിയ ആദരവാണ്, ഗുരുപൂജയാണ് എന്നീ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും ആത്മസൗഹൃദം പങ്കിട്ടുകൊണ്ട് ജീവിച്ച 2 ഗുരുക്കന്മാരാണ്. 2 പേരുടെയും ജന്മദേശം തിരുവനന്തപുരമാണ്. ഗുരു ചെമ്പഴന്തിയിലും ചട്ടമ്പി സ്വാമി ചെമ്പഴന്തിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കണ്ണമ്മൂലയിൽ. 2 പേർക്കും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ചട്ടമ്പി സ്വാമി 1029-ലും ഗുരുദേവൻ 1031-ലുമായിട്ടാണ് പിറവിക്കൊണ്ടത്. ഗുരുദേവൻ ചിങ്ങമാസത്തിലെ ചതയം നാളിലെങ്കിൽ ചട്ടമ്പി സ്വാമി ചിങ്ങമാസത്തിലെ ഭരണി നാളിൽ. 2 പേരും ആത്മസൗഹൃദം പങ്കിട്ടുകൊണ്ട് ജീവിതം നയിച്ചു. ഗുരുദേവൻ ആരുടെയെങ്കിലും മുമ്പിൽ ഹൃദയം തുറന്ന് സംസാരിച്ച് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടമ്പി സ്വാമികളുടെ മുമ്പിലായിരിക്കും. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ആരുടെ മുമ്പിലെങ്കിലും തൻ്റെ ആത്മനിവേദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുദേവന്റെ സന്നിധിയിലായിരിക്കും. ഒരിക്കൽ ഗുരുദേവൻ അരുളി ചെയ്തിട്ടുണ്ട്, നാം ചട്ടമ്പിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുമായിരുന്നു, അതുപോലെ ചട്ടമ്പി നമ്മുടെ മടിയിലും തലവെച്ച് കിടന്നുറങ്ങുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ധാരാളം ഒന്നിച്ച് സഞ്ചരിച്ചു എന്ന് ഗുരുദേവൻ അരുളി ചെയ്തതായി രേഖയുണ്ട്. ഏതായാലും 2 മഹാപുരുഷന്മാരും ഒരു ഞെട്ടിൽ വിരിഞ്ഞ 2 പൂക്കളെ പോലെ ജീവിതം നയിച്ച പുണ്യ പുരുഷന്മാരാണ്. ഭാരതം ആർഷഭുവാണ്, ഋഷിമാരുടെ രാജ്യമാണ്. ഋഷിമാരുടെ തൃപ്പാദം പതിഞ്ഞ മണ്ണ്, അവരുടെ ആത്മവിശ്വാസം ഇപ്പോഴും അലതല്ലി സുഗന്ധപൂരിതമായി നിൽക്കുന്ന അന്തരീക്ഷം. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ആധ്യാത്മിക പാരമ്പര്യം ഈ ഭാരതത്തിൽ. ഭാരതത്തിന് വെളിയിലുള്ള ലോക രാജ്യങ്ങളിൽ വലിയ രാഷ്ട്ര നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്, വില്ലാളി വീരന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന മഹാഗുരുക്കന്മാർ നാരായണം, പത്മഭുവം, വസിഷ്ഠം, ശക്തിഞ്ച, തത്പുത്ര പരാശരഞ്ച, വ്യാസം, ശുകം, ഗൗഡപദം, മഹാന്തം, ഗോവിന്ദ യോഗീന്ദ്ര മഥാസ ശിഷ്യം, ശ്രീ ശങ്കരാചാര്യം, ശ്രീനാരായണ പരമഗുരു എന്നിങ്ങനെയുള്ള അതിമഹത്തായ ഗുരുക്കന്മാരുടെ ഒരു പാരമ്പര്യം ഭാരതത്തിന് മാത്രമേ അവകാശപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ലോക രാജ്യങ്ങൾ ഭാരതത്തെ തന്നെ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഭാരതത്തിൽ നിറഞ്ഞു ജീവിച്ച ആ ഋഷിവര്യന്മാരുടെ പാരമ്പര്യത്തിൽ കേരളം ലോകത്തിന് സംഭാവന ചെയ്ത 3 മഹാഗുരുക്കന്മാർ, ഒന്ന് ആദി ശങ്കരാചാര്യരും, ഒന്ന് ശ്രീനാരായണ ഗുരുദേവനും,
ഒന്ന് ചട്ടമ്പി സ്വാമി തിരുവടികളുമാണ്. വേളയും മഹാത്മാക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, സന്യാസി വര്യന്മാരുണ്ടായിട്ടുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ആചാര്യത്രയം എന്ന് പറയാവുന്ന 3 ഗുരുക്കന്മാർ ശങ്കര ഭഗവത്പാദരും സ്വാമി തിരുവടികളും ഗുരുദേവനും. ഈ 3 ഗുരുക്കന്മാരും അദ്വൈത വേദാന്ത ശാസ്ത്രത്തെ പിന്തുടർന്നവരാണ്. ശ്രുതിയുടെ പരമ താല്പര്യം അദ്വൈതമാണെന്ന് സിദ്ധാന്തവൽക്കരിച്ചത് ശങ്കര ഭഗവത്പാദരാണ്. ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും ബ്രഹ്മസൂത്രത്തിലും, അതായത് പ്രസ്ഥാനത്രയത്തിൽ പറയുന്ന തത്വചിന്ത അത് അദ്വൈത വേദാന്തമാണെന്ന് സമർത്ഥിച്ച് സ്ഥാപിച്ചത് ശങ്കരാചാര്യരാണ്. പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം എഴുതിക്കൊണ്ട് ശങ്കരൻ അത് സമർത്ഥിക്കുമ്പോൾ ഈ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാമനീഷികൾക്കാർക്കും തന്നെ ശങ്കരന്റെ യുക്തിചിന്തയെ ഖണ്ഡിക്കാൻ ഇന്നുവരെയും സാധിച്ചിട്ടില്ല. അത്ര സമർത്ഥമായിട്ടാണ് ആചാര്യപാദ അദ്വൈത വേദാന്തം ഭാഷ്യം വഴി സമർത്ഥിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യർക്ക് ശേഷം 1400 വർഷം കഴിയുമ്പോഴാണ് ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും അവതരണരാകുന്നത്. ഈ 2 മഹാഗുരുക്കന്മാരും അദ്വൈത വേദാന്തികളായിരുന്നു. ചട്ടമ്പി സ്വാമികൾ എഴുതിയ അദ്വൈത വേദാന്ത ചിന്താ പദ്ധതി പ്രത്യേകമായി സവിശേഷം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഗുരുദേവൻ എഴുതിയ അദ്വൈത ദീപികയും അദ്വൈത ആശ്രമം സ്ഥാപിച്ച അദ്വൈത ആശ്രമവും പിന്നെ ഗുരുദേവൻ്റെതായി ലഭിക്കുന്ന ഏതാണ്ട് 75ഓളം കൃതികൾ സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ 3 ഭാഷകളിലായി ഗുരുദേവൻ എഴുതിയ കൃതികൾ. ആ കൃതികളിലെല്ലാം അടങ്ങി നിൽക്കുന്ന തത്വചിന്ത എന്ന് പറയുന്നത് അദ്വൈത വേദാന്തം തന്നെയാണ്. തത്വശാസ്ത്രത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് ഗുരുദേവൻ ഒരിക്കൽ അരുളി ചെയ്തിട്ടുണ്ട്. ഈ വാക്യം വെച്ചുകൊണ്ട് ഗുരുദേവന്റെ തത്വദർശനം ശ്രീ ശങ്കരൻ പറഞ്ഞത് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നവരും ഏറെയുണ്ട്. എന്നാൽ അദ്വൈതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാവര. പരമമായത് ബ്രഹ്മസത്യമാണ്, എല്ലാ ജീവന്മാരും ബ്രഹ്മസത്യം തന്നെയാണ്, ഈ പ്രപഞ്ചം യഥാർത്ഥമാണ് എന്നുള്ള അദ്വൈത വേദാന്തത്തെ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ്. എന്നാൽ ആ അദ്വൈത ദർശനത്തെ ഗുരുദേവൻ അതേ രൂപത്തിൽ ശ്രീശങ്കര ദർശനത്തെ ഉൾക്കൊള്ളുമ്പോൾ അതിനെ അതിവർത്തിച്ച് ഗുരുവിന്റെ ദർശനവും ചട്ടമ്പി സ്വാമിയുടെ ദർശനവും നിലകൊള്ളുന്നു എന്നാണ് എൻ്റെ പക്ഷം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ എഴുതിയ വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ചട്ടമ്പി സ്വാമികൾ അവതരിപ്പിക്കുന്ന യുക്തികളിൽ പലതും ശ്രീ ശങ്കര കാഴ്ചപ്പാടുകളെ അതിവർത്തിച്ച് നിൽക്കുന്നവയാണ്. ന സ്ത്രീ ശൂദ്രോ വേദമധീയത, സ്ത്രീയും ശൂദ്രനും വേദം പഠിക്കാൻ പാടില്ല എന്ന വിധി നിലനിൽക്കുമ്പോ സ്വാമികൾ സ്ത്രീക്കും ശൂദ്രനും വേദം പഠിക്കാൻ അധികാരമുണ്ട് എന്ന് യുക്തിഭദ്രമായിട്ട് ഈ വേദാധികാര നിരൂപണത്തിൽ സമർത്ഥിക്കുന്നു. കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ തന്നെ മറ്റാരും അതുപോലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അത്ര യുക്തിഭദ്രമായ ഗ്രന്ഥമാണത്. ശങ്കരാചാര്യ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതുമ്പോൾ അപശൂദ്രാധികരണം എന്നുള്ള ഭാഗം, ആ ഭാഗത്തുള്ള 4 സൂത്രങ്ങൾ, ആ 4 സൂത്രങ്ങൾക്ക് ആചാര്യപാദർ ഭാഷ്യം എഴുതിയിരിക്കുന്നത് നാം ഇന്ന് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ശങ്കരൻ അവിടെ യുക്തി കൊണ്ട് പറയുന്നത് ഈ ശൂദ്രന് വേദം പഠിക്കാൻ
അധികാരമില്ല, അവകാശമില്ല എന്ന് തന്നെയാണ്. ചില ആളുകൾ, ചില ചരിത്രകാരന്മാർ, ചില പഠിതാക്കളൊക്കെ പറയാറുണ്ട് അത് ശങ്കരാചാര്യ എഴുതിയതല്ല, മറ്റാരോ എഴുതി ചേർത്തതാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് എൻ്റെ പഠനത്തിൽ അത് ആ അഭിപ്രായമില്ല. കാരണം ശങ്കരാചാര്യരുടെ മറ്റ് പല ഭാഷ്യങ്ങളും പല കൃതികളും പദ്യങ്ങളും വായിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ജാതീയതയും ചാതുർവർണ്ണ്യവും രാജീവെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ രാജീവ് എന്ന് പറയാൻ കാരണം രാജീവൻ തിരിച്ചു പറയുന്ന ആളാണ്. ശങ്കര കൃതികളിൽ പല ഭാഗത്തും ജാതീയപരമായ പരാമർശങ്ങൾ കാണുന്നുണ്ട്. ചട്ടമ്പി സ്വാമികൾ അതിനെ തിരുത്തുന്നുണ്ട് വേദാധികാര നിരൂപണത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശങ്കരന്റെ ദർശനത്തെ ഉൾക്കൊള്ളുകയും ചട്ടമ്പി സ്വാമി അതിനെ അതിവർത്തിക്കുകയും ചെയ്തു എന്ന്. അതുപോലെ ഗുരുദേവനും തത്വചിന്തയിൽ നാം ശങ്കരനെ പിന്തുടരുന്നു, ഒരു തുടർച്ചയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ആവിഷ്കരിക്കുകയല്ല, ആവർത്തിക്കുകയല്ല ഗുരു ചെയ്തത്. ദേശകാലോചിതം കർമ്മധർമ്മമിത്യഭിധീയതേ എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശത്തിനും കാലത്തിനും അനുസൃതമായിട്ട് തത്വചിന്തയെ പുനഃപ്രവചനം ചെയ്തു ഗുരുദേവൻ. ശങ്കര ദർശനത്തിൽ അദ്വൈതം ഒരു നിശ്ചലമായ ദർശനമാണ്. ശങ്കരൻ എഴുതിയ ഈ വേദാന്തം പഠിക്കാനുള്ള അധികാരിയെ നിർണയിച്ചുകൊണ്ടുള്ള പ്രകരണ ഗ്രന്ഥമായ വിവേക ചൂടാമണിയുടെ 1-ാമത്തെ ശ്ലോകത്തിൽ ജന്തുവിനാം നരജന്മ ദുർലഭമത പുംസ്തം തതോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗ പരത വിദ്വത്വം അസ്മാത് പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മന സംസ്കൃത മുക്തർന്നോ ശതകോടി ജന്മസ് ഹൃദയക്ക് പുണ്യവിന ലഭ്യത. ശങ്കരൻ പറയുന്നു, മനുഷ്യജന്മം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജന്തുക്കൾക്ക് 1,00,000 ജന്മം കഴിഞ്ഞാൽ ജന്തു പക്ഷി മനുഷ്യനായി എന്ന് കുമാരനാശൻ. ലക്ഷക്കണക്കിന് ജന്മങ്ങൾ നമ്മുടെ പൂത്താനം എഴുതി വെച്ചതുപോലെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നു. നരജന്മം ദുർലഭം. മനുഷ്യനായി ജനിച്ചാൽ പോരാ. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും എന്നോട് ക്ഷമിക്കുക, ശങ്കരൻ പറയുന്നു പുരുഷനായി ജനിക്കണം. ചില വിദ്വാൻമാര് വ്യാഖ്യാനം ചെയ്യാനുണ്ട്, പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ത്രീ കൂടെ ഉൾപ്പെടുന്നതാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും ശങ്കരൻ പറയുന്നു പുരുഷനായി ജനിക്കണം. സ്ത്രീയായി ശ്രീജന്മത്തെ ശങ്കരൻ അത്ര അല്പം ഒന്ന് കുറച്ചാണ്. പുരുഷനായി ജനിക്കണം. പുരുഷനായി ജനിച്ചാൽ പോരാ, ബ്രാഹ്മണനായി ജനിക്കണം. ഈ ബ്രാഹ്മണനായി തതോ വിപ്രത, ബ്രാഹ്മണ്യത്തിന് അത് മറ്റു ചില വ്യാഖ്യാനങ്ങളൊക്കെ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ശങ്കരനെ. പക്ഷേ ഇവിടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച മറ്റു പലയിടത്തും ശങ്കരന് എഴുതിയിട്ടുള്ളതിൽ നമുക്ക് കാണാൻ സാധിക്കും ജാതീയത. അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടെന്ന് നമുക്ക് ഇന്ന് പരിചിന്തനം ചെയ്യാൻ സാധിക്കില്ല. ആ കാലഘട്ടത്തിന്റെ സവിശേഷതയാണെന്ന് സമാധാനിക്കാനേ സാധിക്കും. ബ്രാഹ്മണനായി ജനിക്കണം. ബ്രാഹ്മണനായി ജനിച്ചാൽ മാത്രം പോരാ, ആത്മാനാത്മ വിവേചനം ഉണ്ടാകണം. ആത്മാനാത്മ വിവേചനമുണ്ടായി സ്വനുഭവം ഉള്ളവർക്ക് മാത്രമേ ബ്രഹ്മവിദ്യ പഠിക്കാൻ അധികാരമുള്ളൂ. മനുഷ്യനായി ജനിക്കുക, പുരുഷനായി ജനിക്കുക, ബ്രാഹ്മണനായി ജനിക്കുക, വിദ്വാനായിരിക്കുക. 1,00,000 ശ്ലോകം ഒരേപോലെ ചൊല്ലാൻ സാധിക്കുന്നവനാ വിദ്വാൻ. വിദ്വാനായി ജനിക്കുക, ആത്മാനാത്മ വിവേചനം ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക്, ഇതൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ബ്രഹ്മവിദ്യ പഠിക്കാൻ അവകാശമുള്ളൂ എന്ന് ശങ്കരൻ പറയുമ്പോൾ അതൊരു നിശ്ചല ദർശനമാണ്, ചലനാത്മകമല്ല. ഗുരുദേവൻ ചെയ്തത് അതിനെ ചലനാത്മകമായി അറിവതിനിങ്ങനെ ആർക്കും ഒതുവേണം
ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണത്തിലൂടെ സ്ത്രീക്കും ശൂദ്രനുമൊക്കെ വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ അറിവതിനിങ്ങനെ ആർക്കും ഓതുകയാണ്, താല്പര്യമുള്ളവർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ഈ വക ഭേദമൊന്നുമില്ലാതെ എല്ലാവർക്കും ഉപദേശിക്കണമെന്ന് ഗുരുദേവൻ ഇവിടെ സമർത്ഥിക്കുന്നു. ശങ്കരന്റെ ഭാഷ്യത്തിൽ കാണുന്ന പല വിചിന്തനങ്ങളും പല ഭാഗങ്ങളും തീക്ഷ്ണമായ നിരീക്ഷണ പരീക്ഷണക്ക് ചട്ടമ്പി സ്വാമികൾ വിധേയമാക്കുകയും വേദാധികാര നിരൂപണത്തിലും മറ്റു ചില ഗ്രന്ഥങ്ങളിലുമായി സ്വാമി തിരുവടികൾ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചട്ടമ്പി സ്വാമിയുടെ പ്രത്യേകത, സ്വാമി ഒരു പ്രതിവാദി ഭയങ്കരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ യുക്തിയെ നേരിടുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ചിറയൻകീഴിൽ ഒരിക്കൽ സ്വാമി മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് ഒരു സംഘം മതപരിവർത്തന വാദവുമായി നിൽക്കുന്ന ക്രൈസ്തവ പാതിരിമാർ സ്വാമിയെ സമീപിച്ച് മതം മാറണം, ക്രിസ്തുമതത്തിൽ ചേരണമെന്ന് സ്വാമിയോട് പറഞ്ഞു. സ്വാമി ആ ഒരു ദേശത്തിൽ പോയിരുന്ന്, അന്ന് ഷൺമുഖദാസനാണ്, ആ ഷൺമുഖദാസൻ അന്ന് ദേഷ്യത്തിൽ പോയി ഇരുന്ന് എഴുതി തീർത്ത ഗ്രന്ഥമാണ് ക്രിസ്തുമതച്ഛേദനം. ക്രൈസ്തവ മതത്തെയും സിദ്ധാന്തങ്ങളെയും തലനാരിഴ കീഴുന്ന നിരീക്ഷണത്തോടുകൂടി സ്വാമി വിചിന്തനം ചെയ്ത് അതിലെ യുക്തികളെ യുക്തി രാഹിത്യത്തെ എല്ലാം സ്വാമി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തുമതത്തെ അവിടെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം സ്വാമി ശിഷ്യന്മാരെ പഠിപ്പിച്ച് അന്ന് മതപരിവർത്തനത്തിന് വിധേയരാക്കിക്കൊണ്ടിരുന്ന ജനസമൂഹത്തിന്റെ മധ്യത്തിൽ പ്രചരിപ്പിച്ച് അതിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി സ്വാമി ഏറെ ശ്രമം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുമതച്ഛേദനം മാത്രമല്ല സ്വാമി എഴുതിയത്, ക്രിസ്തുമത സാരവും എഴുതി. ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥമായ തത്വം എന്താണെന്നും സ്വാമി എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വാമിയുടെ ആ ക്രിസ്തുമതച്ഛേദനം എന്നുള്ള ഒറ്റ ഗ്രന്ഥമെടുത്ത് പഠിച്ചാൽ സ്വാമിയിലുള്ള പ്രതിവാദി ഭയങ്കരനെ നമുക്ക് കാണുവാൻ വിലയിരുത്തുവാൻ സാധിക്കും. സ്വാമി കാരുണ്യവാനായിരുന്നു. അനുകമ്പ സ്വാമിയുടെ ജീവിത ദർശനമായി. സ്വാമിയുടെ ജീവിതത്തിൽ ഭേദവ്യത്യാസമില്ലാതെ മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികളും പ്രാണിവർഗങ്ങളും പറവർഗങ്ങളും എലിയും പുലിയും ഈറ്റയും ഈച്ചയും പൂച്ചയും എന്ന് വേണ്ട എല്ലാവരും ആത്മസൗഹൃദത്തോടു കൂടി കഴിഞ്ഞു. ഉറുമ്പുകളെ സ്വാമി സ്നേഹിച്ചത് കാണുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യം, അത്ഭുതം. ഉറുമ്പുകൾ തുടങ്ങിയ ഏറ്റവും ചെറിയ പ്രാണികളെ പോലും ആത്മസാഹോദര്യത്തോടു കൂടി കണ്ട ഒരു മഹാപുരുഷനാണ് ചട്ടമ്പി സ്വാമികൾ. സ്വാമി എഴുതിയ ജീവകാരുണ്യ നിരൂപണം എന്നുള്ള ഗ്രന്ഥം അതിന് മതിയായ തെളിവ്. ചട്ടമ്പി സ്വാമികളെ സാമൂഹ്യ പരിഷ്കർത്താവായി പലരും ചിത്രീകരിക്കാറ്. ശ്രീനാരായണ ഗുരുദേവനെയും അതേപോലെ സാമൂഹ്യ പരിഷ്കർത്താവായി ചിത്രീകരിക്കാറുണ്ട്. ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഒന്നും സാമൂഹ്യ പരിഷ്കർത്താക്കളല്ല. അവരൊക്കെ ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിച്ച ബ്രഹ്മസ്വരൂപികളാണ്. ചട്ടമ്പി സ്വാമികൾ ബാല്യകാലം വളരെ ദാരിദ്ര്യത്തോടു കൂടിയാണ് ചെലവിട്ടത്.
വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. സ്വാമിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റുമൊക്കെ ബാല്യകാലത്ത് നിർവഹിക്കാൻ സാധിച്ചില്ല ദാരിദ്ര്യം കൊണ്ട്. പിന്നീട് സ്വാമി തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന സെക്രട്ടേറിയറ്റിന് മണ്ണ് ചുമന്നിട്ടുണ്ട്. ആ സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ സ്വാമിയുടെ വിയർപ്പുണ്ട്. അത്ര ത്യാഗം സ്വാമി സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കണക്കെഴുത്ത് പിള്ളയായി ജോലി നോക്കിയിട്ടുണ്ട്. നിരവധി ഗുരുക്കന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് വേദാന്താദി ശാസ്ത്രങ്ങളിലൊക്കെ പരിനിഷ്ഠിതമായ പാണ്ഡിത്യം കരസ്ഥമാക്കി അദ്ദേഹം വിദ്യാധിരാജനായി മാറി എന്നത് കേവലമായ ഒരു സത്യം. ചട്ടമ്പിസ്വാമികള് വേദാന്ത ശാസ്ത്രമനുസരിച്ച് ബ്രഹ്മവിദ് വരൻ എന്നുള്ള ഒരു തലത്തിൽ വിഗമിച്ചയാളാണ്. യോഗവാസിഷ്ടത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമാലയിലും ഗുരുക്കന്മാരുടെ 4 അവസ്ഥകളെ കുറിച്ച് പ്രത്യേകമായി പറയുന്നു. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരിയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്നിവയാണ് ആ 4 തലങ്ങൾ. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവമുദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മണി സ്ഥിത. സർവകർമ്മങ്ങളെയും ജ്ഞാനാഗ്നിയിൽ ഭസ്മീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി ബ്രഹ്മനിഷ്ഠയിൽ വിഹരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ജ്ഞാനി ബ്രഹ്മവിത്താകും. ബ്രഹ്മവിത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മവിത്ത് വരനാണ്. സന്യസ്യ സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠയ യച്ഛരത്യവനോ ദേഹയാത്രായ ബ്രഹ്മവിത് വരഹ. കർമ്മങ്ങളൊക്കെ പരിത്യജിച്ചുകൊണ്ട് ലീലയായി ജീവിതം നയിക്കുകയും അങ്ങനെ ജീവിതം വിശ്രമിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ജ്ഞാനിയെ ബ്രഹ്മവിത് വരൻ എന്ന് വിശേഷിപ്പിക്കും. ബ്രഹ്മവിത് വരിയാൻ, ബ്രഹ്മവിത് വരിഷ്ഠൻ എന്നീ 2 തലങ്ങൾ കൂടിയുണ്ട്. ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിച്ച് ബ്രഹ്മസ്വരൂപിയായി കഴിഞ്ഞ് ബാഹ്യബോധമില്ലാതെ പ്രപഞ്ചബോധമില്ലാതെ അദ്വൈത ബോധത്തിൽ മാത്രം അഭിരമിച്ചു കഴിയുന്ന ജ്ഞാനിയെ ആരെങ്കിലും ഒന്ന് തട്ടി വിളിച്ചാൽ ഉണർന്നെങ്കിലായി, അപ്പോൾ പാലോ പഴമോ എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചാലായി, വീണ്ടും സമാധിയിൽ തന്നെ ലയിക്കും. ബാഹ്യബോധം ഉണ്ടാകും എന്നാൽ വീണ്ടും സമാധിയിലേക്ക് പോകും. ആ അവസ്ഥയാണ് ബ്രഹ്മവിത് വരിയാൻ. 4ാമത്തെ സ്റ്റേജ് ബ്രഹ്മവിത് വരിഷ്ഠൻ്റെതാണ്. ബ്രഹ്മവിത് വരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ കർമ്മമേ ഇല്ല, ബാഹ്യമായ പ്രപഞ്ചമേ ഇല്ല, ബാഹ്യമായ പ്രപഞ്ചത്തിലേക്ക് ഉണരുന്നുമില്ല. സർവം ബ്രഹ്മമയം രേരേ സർവം ബ്രഹ്മമയം. ബ്രഹ്മാകാര വൃത്തി മാത്രമേ ഉള്ളൂ, വിഷയാകാര വൃത്തിയില്ല. ബാഹ്യമായ പ്രപഞ്ചത്തിലേക്ക് തട്ടി വിളിച്ചാലും ഉണരില്ല. അങ്ങനെയുള്ള അത് ദൈവസ്വരൂപം, ദൈവം മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് ബ്രഹ്മവിത് വരിഷ്ഠന്റെ. ഈ 4 തലങ്ങളിൽ ചട്ടമ്പിസ്വാമികൾ ലോകസേവനത്തിനൊന്നും ഇറങ്ങിയില്ല. ലീലയാ കാലമധികം നീത്വാസ മഹാപ്രഭു എന്ന് ചട്ടമ്പിസ്വാമി സമാധിയായപ്പോൾ ഗുരുദേവൻ എഴുതാൻ കാരണം അതാണ്. കർമ്മരംഗത്തൊന്നും സാമൂഹ്യ പരിഷ്കരണത്തിനോ സാമൂഹ്യ വിപ്ലവത്തിനോ ഒന്നും സ്വാമി പോകാതെ പാറിപ്പറന്നൊരു പരമഹംസനായി ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്കും ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്കുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ജീവിതം നയിച്ച് ശരീരം അവസാനിപ്പിച്ച മഹാപുരുഷനാണ് ചട്ടമ്പിസ്വാമി തിരുവടി. അതുകൊണ്ട് സ്വാമിയെ സാധാരണ അർത്ഥത്തിലുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഗുരുദേവനും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താവല്ല. ഗുരുദേവൻ ബ്രഹ്മവിത്തായിരുന്നു കൊണ്ട്
ലോക സേവ ചെയ്ത മഹാപുരുഷനാണ്. വിധിവത് കർമ്മ കരോതി. പ്രപഞ്ചത്തിന്റെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണീരൊപ്പി അവർക്ക് ആശ്വാസം നൽകി അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഒരു അവതാര പുരുഷനെ പോലെ സഞ്ചരിച്ചു ജീവിച്ച ബ്രഹ്മനിഷ്ഠനാണ് ശ്രീനാരായണ ഗുരു. ഗുരുദേവനൊരു സാമൂഹ്യ വിശ്രദ്ധമാണെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഒരു വക്കീലാണെന്ന് പറയുന്നതിന് തുല്യമാണ്. മഹാത്മാഗാന്ധി വക്കീലല്ലേ? ദക്ഷിണാഫ്രിക്കയിൽ വക്കീൽ ജോലി നിർവഹിച്ചിട്ടില്ലേ? പക്ഷേ ഗാന്ധിജിയുടെ വ്യക്തിത്വം അസ്തിത്വം അതാണോ? അതുപോലെയാണ് ഗുരുവിന്റെ ജീവിതത്തിന്റെ ചെറിയ ഒരു അധ്യായം സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ വിപ്ലവം, സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത. ഇതിനെല്ലാം അതീതമായി ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിച്ച് ബ്രഹ്മസ്വരൂപമായ മഹാഗുരു ടാഗോർ ശിവഗിരിക്ക് വന്ന് ഗുരുവുമായി സംഭാഷണം ചെയ്ത അവസരത്തില് വിവേകാനന്ദ സ്വാമി കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞതിനെ പരിചിന്തനം ചെയ്തുകൊണ്ട് ടാഗോർ മഹാകവി പറഞ്ഞു, കേരളം ഭ്രാന്താലയമല്ല, സ്വാമി ഏറെ പ്രവർത്തിച്ചുവല്ലോ, കേരളത്തിന് വലിയ മാറ്റമുണ്ടല്ലോ, കേരളം ഇന്ന് തീർത്ഥാലയമാണ്. ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാം ഒന്നും ചെയ്യുന്നില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരും ഭക്തന്മാരും എല്ലാം അമ്പരന്ന് പോയി. കാരണം ഒന്നും ചെയ്യുന്നില്ലെന്നോ. കാറ്റും മഴയും മഞ്ഞും വെയിലും സഹിച്ചുകൊണ്ട് നഗ്നപാതനായി ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ഓരോ ഗ്രാമത്തിനും ആവശ്യമായത് എന്താണ്? ക്ഷേത്രമെങ്കിൽ ക്ഷേത്രം, പള്ളിക്കൂടമെങ്കിൽ പള്ളിക്കൂടം, ആതുര ശുശ്രൂഷ കേന്ദ്രമെങ്കിൽ അത്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഏർപ്പെടുത്തി ഈ രാജ്യത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചുകൊണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ കർമ്മരംഗത്ത് നിന്നിരുന്ന മഹാഗുരു പറയുക, നാം ഒന്നും ചെയ്തില്ലല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? ഗുരു എഴുതി ദർശനമാല വായിച്ചാൽ കിട്ടും. ദർശനമാലയിൽ കാണാം, സ്വയം ക്രിയന്തേ കർമാണി കരണേരിന്ദ്രിയൈരവി അഹംദു അസംഗ കൂടസ്ഥ ഇനി ജാനാതി കോവിധ. ഈ ലൈറ്റ് പ്രകാശിക്കുന്നത് നമ്മളെല്ലാം ഈ ലൈറ്റിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വിവിധ കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർമ്മങ്ങൾ വിവിധമാണ്, പക്ഷെ ലൈറ്റ് പ്രകാശിക്കുന്നതേ. അതുപോലെ ഒരു ജ്ഞാനിയുടെ ആത്മചൈതന്യം ബ്രഹ്മചൈതന്യമായി, ഈശ്വര ചൈതന്യമായി പ്രകാശിക്കുന്നു. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ കരണേഹി ഇന്ദ്രിയവി അഭി കർമാണി സ്വയം ക്രിയന്തേ. കരണങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. ആത്മചൈതന്യമായി ജ്ഞാനി പ്രകാശിക്കുന്നു. ഗുരുദേവൻ ഈ കർമ്മരംഗത്ത് മുഴുവൻ പ്രവർത്തിച്ചത് ആ നിലയിലാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ പത്മപത്ര നിബംബസ, കുളത്തിൽ കിടക്കുന്ന താമരയില പോലെ. കുളത്തിൽ കിടക്കുന്ന താമരയില വെള്ളത്തിലാണ് കിടക്കുന്നതിൽ സ്പർശിക്കുന്നില്ലല്ലോ, ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീഴുന്നത് പോലെ. അത്രയേ ഉള്ളൂ ജ്ഞാനിയുടെ കർമ്മം. അതുകൊണ്ട് ഗുരുവിന്റെ കർമ്മത്തെ വെച്ചുകൊണ്ട് ഗുരു സാമൂഹ്യവൽകൃതമാണെന്നൊക്കെ പറയുന്നത് ഗുരുവിനെ അറിയാത്ത ആളുകളാണ്. ഇപ്പൊ മഹാഗുരുക്കന്മാരെ അറിയുവാൻ അവരെഴുതിയ കൃതികളിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ പ്രസംഗം അല്പം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. ഇങ്ങനെയെങ്കിൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലേ ഈ രണ്ട് മഹാഗുരുക്കന്മാരെ കുറിച്ച് അല്പമാത്രമായിട്ടെങ്കിലും നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു വെച്ചതാണ്. ചട്ടമ്പി സ്വാമികളുടെ ജീവിത മാതൃക ഭേദവ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരെയും ആത്മസഹോദരങ്ങളായി കണ്ട് സ്നേഹിച്ച് ജീവിതം നയിച്ച ആ മഹാപുരുഷൻ ഭാരതീയർക്ക്, കേരളത്തിൽ നൽകിയ ഈ സൗഹൃദത്തിന്റെ സന്ദേശം അത് ഇന്ന് കേരളത്തെ സംബന്ധിച്ച്, ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സനാതന ധർമ്മ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കൂട്ടായിട്ടുള്ള, ഒന്നായി ചേർന്നുള്ള പ്രവർത്തനം കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. ആ രൂപത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ സമ്മേളനവും പ്രേരണ ചെലുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയുടെയും ഗുരുദേവന്റെയും അനുഗ്രഹം എല്ലാവരിലും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘാടനം ചെയ്തതായി
പ്രഖ്യാപിച്ചു കൊള്ളുന്നു. നമോ. കന്യാകുമാരിക്കടുത്ത് സ്വന്തം ആശ്രമം നിർമ്മിച്ച് താമസിച്ചു വരുന്ന ഡോക്ടർ രാജീവിനെ മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ സച്ചിദാനന്ദ സ്വാമികൾ, പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന സജ്ജനങ്ങൾ, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 172ാം ജന്മദിനമാണ്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാംസ്കാരിക നായകൻ പറഞ്ഞിട്ടുണ്ട്, ആരാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ? കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂല കല്ലാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. ബാബുരാജ് സാറ് 15 മിനിറ്റ് പറയാനാ പറഞ്ഞിരിക്കുന്നത്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ആരാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ എന്ന് ചോദിച്ചപ്പോൾ ഒരു സാംസ്കാരിക നായകനാണ് പണ്ട് പറഞ്ഞത്, കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂല കല്ലാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ എന്താണ് നവോത്ഥാനം? ഇപ്പോ നവോത്ഥാനമല്ല, നവനവോത്ഥാനമാണ് കേരളത്തിൽ നടക്കുന്നത്. നവോത്ഥാനം എന്ന് വെച്ചാൽ ചിലര് വിചാരിച്ചിരിക്കുന്നത് നശീകരണം എന്നാണ്. ഇത് നവീകരണമാണ്. അത് കേരളത്തിലായാലും ഭാരതത്തിലായാലും ലോകത്തിലായാലും നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചത് നവീകരണമാണ്. ഒരു സംഘടനയുടെ നവോത്ഥാനത്തിന്, കേരളത്തിൽ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചൊരു സംഘടനയുടെ ഭൈരവിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭാരതത്തിൽ നവോത്ഥാനം നടപ്പിലാകണമെങ്കിൽ മതമാകുന്ന ആത്മീയതയാകുന്ന അതിന്റെ ചരടിൽ പിടിച്ചുകൊണ്ട് തന്നെയാകണമെന്ന് വിശ്വവന്യനായ വിവേകാനന്ദ സ്വാമികൾ മദിരാശിയിൽ ചെയ്ത ഒരു വാചാപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് നവോത്ഥാനം? ആ അർത്ഥത്തില് നമ്മുടെ കേരള നവോത്ഥാനത്തെ, ഭാരത നവോത്ഥാനത്തെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനൊക്കെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് വിവേകോദയം മാസികയില് മഹാകവി കുമാരനാശാനാണ് എഴുതിയത്. വെളിച്ചത്തിന് വേലി കെട്ടാൻ ശ്രമിച്ചവർ. ആ കാലത്തിന്റെ പ്രത്യേകത എന്താ? ആശാൻ പറയുന്നതാണ്, വെളിച്ചത്തിന് വേലി കെട്ടാൻ ശ്രമിച്ചവർ. അങ്ങനെ ആശാൻ ഉപരിപഠനത്തിനായി ആശാൻ ബംഗാളില് പോയി. ബംഗാളില് നിന്ന് വന്ന ആശാൻ SNDPയുടെ മുഖപത്രത്തിൽ എഴുതി. ആശാൻ കവി മാത്രമായിരുന്നില്ല, SNDPയുടെ സെക്രട്ടറി കൂടിയായിരുന്നു. ആ SNDPയുടെ മാസികയ്ക്ക് കൊടുത്ത പേര് വിവേകോദയം, വിവേകത്തിന്റെ ഉദയം. വിവേകത്തിന്റെ ഉദയം തിരുവിതാംകൂറിൽ മാത്രമല്ല ഉണ്ടായത്, തൃശ്ശൂരിലുണ്ടായി വിവേകോദയം. എന്തിന്? മലബാറിലും ഉണ്ടായി. മലബാറിൽ പിണറായിയിലെ പാറപ്പുറത്തെ വിവേകാനന്ദ വായനശാലയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായത്. അപ്പൊ വിവേകോദയം പലയിടത്തും നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു നൂറ്റാണ്ടില്. അപ്പൊ ആശാൻ എഴുതി, ഇതൊന്ന് കേരളം വെളിച്ചത്തിന് വേലി കെട്ടാൻ ശ്രമിച്ചവർ. പിന്നെ ആശാൻ എഴുതി, വിവേകാനന്ദാദി യതീന്ദ്രന്മാരെയും രവീന്ദ്രാദി കവീന്ദ്രന്മാരെയും ആത്മാവിൽ ആവാഹിച്ചാണ് ഞാൻ വംഗദേശത്തു നിന്നും മലയാള മണ്ണിലെത്തുന്നത്. ആ ആശാൻ കൊളുത്തിവിട്ട വിവാദങ്ങളുണ്ട്. അപ്പോ സ്വാമി വിവേകാനന്ദനോട് ഒരു വിദേശ പത്രപ്രതിനിധി ചോദിച്ചു, നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, മഹത്തായ അതിന്റെ ഗുരുപാരമ്പര്യ ഗൗരവമാണ്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, അതെ, ഞാനിപ്പോ കയറി വരുന്ന സമയത്ത് ഒരാള് ചോദിച്ചു, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്, നമുക്കൊക്കെ ഗുരുവില് നല്ല വിശ്വാസമാണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്ര മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. ഗുരുക്കന്മാരുടെ കാര്യങ്ങള് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞൊരു പുസ്തകത്തില്, മതാചാര്യന്മാർ മതനിഷേധികൾ
എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. എഴുതിയ ആൾ പി ഗോവിന്ദപിള്ള. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേരള ചരിത്രത്തെ സത്യസന്ധമായി പഠിച്ച ഒരാളാണ് ചട്ടമ്പി സ്വാമികൾ. ആ വാക്ക് അടിവരയിടണം. ഇപ്പൊ നവോത്ഥാനം ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ കേരള ചരിത്രത്തെ സത്യസന്ധമായി പഠിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ. ആ ചട്ടമ്പി സ്വാമികളുടെ ഭാഷാപരമായ നവീകരണം, ഇപ്പൊ ആദ്യ ഭാഷ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് തമിഴില് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 5 വർഷം ആയിട്ടുള്ള പരിഭാഷ. ഇന്ന് തമിഴകത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് തമിഴ് സംസ്കാരത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം മഹനീയമായിട്ടുള്ള ഒരാളാണ്. ഇവിടെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിന് കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾക്ക് ആധികാരികമായ വ്യാഖ്യാനമാണ് എഴുതിയത്. അപ്പൊ അദ്ദേഹം ശരീരം വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതാൻ കേരള പാണിനിയുടെ പൗത്രയെ നിയോഗിച്ചു. അത് എഡിറ്റ് ചെയ്യാൻ എന്നെയും നിയോഗിച്ചു. നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്. അത് അപ്പൊ ആ നിയോഗിച്ചപ്പോ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില സന്യാസിമാരെ പോയി കണ്ടപ്പോ അവര് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാരായണ ഗുരുദേവന്റെ കൃതികളുടെ തനിമ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അല്ല, പറഞ്ഞ ആളുടെ പേര് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് തനിമ? ബാലകൃഷ്ണൻ നായർ സാറ് എഴുതിയ പുസ്തകത്തിനെ കുറിച്ചിട്ട് അതിന്റെ തനിമ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങ് സ്വാമി ചോദിച്ച പോലെ എന്നെ സ്വാമിക്ക് നല്ലോണം അറിയാലോ. അപ്പൊ ചോദിച്ചാ എന്താ തനിമ എന്ന് വെച്ചപ്പോ അത് രാജീവ് പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ചപ്പോ അതിലൊരു പോയിന്റ് ഉണ്ട്. കേരള നവോത്ഥാനത്തിന് സ്വാമി സംസാരിച്ചത് നന്നായി. ഇപ്പോ ഞാൻ എഴുതിയ ശ്രീ ശങ്കരനും സ്വാമിയാർ മഠങ്ങളും എന്ന പുസ്തകത്തിന്റെ 10ാം പതിപ്പിന്റെ അവലോകനം, പുസ്തകാവലോകനം ശൃംഗേരി മഠത്തിൽ നടത്തുന്നത് സമീക്ഷ ജെസ്യൂട്ട് മിഷന്റെ ആൾക്കാരാണ് സംഘടിപ്പിക്കുന്നത്. ഇതുള്ളത് അത് എന്തുകൊണ്ടാണ് ശ്രീശങ്കര ദർശനം അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിൽ ശങ്കിക്കപ്പെട്ടത് എന്നായിരുന്നു പഠനം. അതിന്റെ അതാണ് നമ്മളെ കന്യാകുമാരി ഇടനീർ മഠം മുതൽ കാസർഗോഡ് മുഞ്ചിറ മഠം വരെ സഞ്ചരിച്ച് എഴുതിയതാണ്. അതിലെ ചോദ്യം അത് ശൃംഗേരി മഠത്തിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പൊ സുബ്രഹ്മണ്യ സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചു 1 മണിക്കൂർ സംസാരിച്ചു. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെ. നമുക്ക് യാത്രക്കിടയിൽ നമുക്ക് കിട്ടിയ വിവരമല്ലേ എഴുതാൻ പറ്റുള്ളൂ, അതല്ലേ. അപ്പോ ശങ്കരാചാര്യ സ്വാമി അത് കഴിഞ്ഞിട്ട് ശ്രീശങ്കരൻ മുതൽ ശ്രീനാരായണ ഗുരു വരെ ജനിച്ച ഈ നാട്ടില് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടായി അറിയപ്പെടുന്നു. ആണോ? 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിൽ സ്വാമി വിവേകാനന്ദൻ വന്നപ്പോ അന്നത്തെ കേരളത്തെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും അറിയാം. പിന്നീട് 1936 മഹാകവി വള്ളത്തോൾ പാടി ഐ സ്വാമി വിവേകാനന്ദൻ തത്ര ഭവാൻ കണ്ട ഉന്മത്ത കേരളമിത ഉദ്ബുദ്ധ കേരളമാകുന്നു. അത് ആര്? ഇതിനെ ഈ ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കിയത് ആര്? ഇതിപ്പോ 1939 തുടങ്ങിയ സംഘടനകളും ഒക്കെയാണ് അവകാശപ്പെടുന്നത് കേരള നവോത്ഥാനം ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കണം. അപ്പൊ എനിക്ക് തന്ന വിഷയം ഇതാണ്. കേരള നവോത്ഥാനത്തിൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ചെയ്ത പങ്കെന്ന് പറയുമ്പോൾ അദ്വൈത സിദ്ധാന്തം മാത്രമല്ല ശൈവ സിദ്ധാന്തത്തെയും പഠിച്ച് ഇവരെ രണ്ടുപേരും സമന്വയിപ്പിച്ചു. ആര്യവും ദ്രാവിഡവുമായ സിദ്ധാന്തങ്ങളുടെ സമന്വയം. അപ്പൊ നവോത്ഥാനത്തിന്റെ ദാർശനിക അടിത്തറ ഏതാണെന്ന് ചോദിച്ചാൽ ശൈവ സിദ്ധാന്തവും അദ്വൈത സിദ്ധാന്തവും തമ്മിലുള്ള ഒരു സമന്വയം. അപ്പൊ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ ഒരു സമന്വയ ആചാര്യനായിരുന്നു. അത്ര പറഞ്ഞിട്ട് എറണാകുളത്തിന്റെ ചരിത്ര മണ്ഡലത്തിൽ വിദ്യാധിരാജ പൈതൃകം, അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയണം. ഈ അടുത്ത്
എൻ്റെ കയ്യിലൊരു റിസർച്ച് ഗ്രന്ഥം വന്നു. തമിഴ്നാട്ടുകാരി ഒരു സ്ത്രീ ഒരു കോളേജ് പ്രൊഫസർ എഴുതിയതാണ്. അപ്പൊ അവര് ആ പുസ്തകത്തില് കോട്ട് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ് ടീച്ചറാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത്, നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ സമാധിയായിട്ട് എഴുതിയ കവിത എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഋഷിയായിരുന്നു, സർവജ്ഞനായിരുന്നു, പരിപൂർണ കലാനിധിയായിരുന്നു. ലീലയാ കാലമധികം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതില്. ചട്ടമ്പി സ്വാമികളുടെ മാഹാത്മ്യം നാരായണ ഗുരുദേവൻ അവതരിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, ലീലയാ കാലമധികം. അത് എടുത്ത് ആ വാചകം എടുത്ത് ഒരു തമിഴ് കോളേജിൽ ഒരു പെൺകുട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് ബെർണാഡ് ഷോയുടെ ഒരു നാടകമൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബെർണാഡ് ഷോയുടെ ആ നാടകം ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയാം. കർട്ടൻ പൊങ്ങുമ്പോൾ 2 പേര് തമ്മിലുള്ള സംസാരമാണ്. 2 ആണുങ്ങൾ പറയുന്നത് ഞങ്ങൾ മാന്യന്മാരാണെന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് ഈ പറയുന്ന ആൾക്കാർ തന്നെയല്ല നമ്മൾ മണ്ടന്മാരാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീ കയറി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മാന്യന്മാരുമല്ല മണ്ടന്മാരുമല്ല, പരസ്പരം വഞ്ചിച്ചവരാണ്. ഒരു സ്ത്രീ കയറി വന്നിട്ട് ഇതാണ് നടത്തല്, നിങ്ങൾ മാന്യന്മാരുമല്ല മണ്ടന്മാരുമല്ല, നിങ്ങൾ പരസ്പരം വഞ്ചിച്ചവരാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു വചനമുണ്ട്, വഞ്ചനയുടെ ലീലാരംഗമാണ് ഈ ലോകം. ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞ് നടക്കുന്നു എന്ന് പറയുന്നതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരം ഇതേ ഉള്ളൂ, വഞ്ചനയുടെ ലീലാരംഗമാണ് ഈ ലോകം. ഈ ലോകത്തിൽ എങ്ങനെ കഴിയണം എന്നുള്ളത് ആണ് നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്. ലീലയാ കാലമധികം, ഈ കാലത്ത് ഒരു ലീലയായിട്ട് കടന്നുപോയ ഒരാൾ ചട്ടമ്പി സ്വാമി ആരാ? അതായത് ഒരു പരിവ്രാജകനായി അദ്ദേഹം ഇവിടെ സഞ്ചരിച്ചു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയിട്ടുണ്ട്, കേവലം ഭിക്ഷാന്തേഹിയെ പോലെ അവിടുന്ന് കേരള ഗ്രാമങ്ങളിൽ അലയുന്ന കാലം കണ്ടു വിവേകാനന്ദലോചനം. മലയാളത്തിന്റെ ഒരു മഹാകവി, ഭാവനാകുബേരനായ മഹാകവിയാണ് എഴുതിയിരിക്കുന്നത്. എറണാകുളത്ത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അഭൗമ തേജസ്വികളായ 2 ദീർഘകായന്മാർ, മേതുര ദീർഘകായന്മാർ കണ്ടുമുട്ടി എഴുതിയിരിക്കുന്നതാണ്. അഭൗമ തേജസ്വികളായ 2 മേതുര ദീർഘകായന്മാർ സംഗമിച്ചു. എപ്പോൾ? 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കൊച്ചി കായലിന്റെ തീരത്തൊരു ഉഷസ്സിൽ. അപ്പൊ ആ കണ്ടെത്തിയ സമയത്ത് ഒരാൾ മറ്റൊരാളെ കുറിച്ച്, കൃത്യം പറഞ്ഞാൽ 1892 ഡിസംബർ 3, 4, 5 തീയതികൾ. 5-ാം തീയതി അദ്ദേഹം എഴുതി, ഐ മെറ്റ് എ റിമാർക്കബിൾ പേഴ്സൺ ഇൻ മലബാർ. ആരായിരുന്നു? വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ നേരത്തെ പറഞ്ഞു. കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂലക്കല്ല് മലബാറിൽ ഞാനൊരു മഹാത്മാവിനെ കണ്ടെത്തി എന്ന് പറഞ്ഞത്, പേരയിൽ കുറിച്ചത് വിവേകാനന്ദ സ്വാമി. പക്ഷെ കേരളത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച മഹാനാര്? സ്വാമി വിവേകാനന്ദൻ. കഴിഞ്ഞു. ആ സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്, ഞാൻ മലബാറിൽ അന്നത്തെ കേരളത്തിൽ വന്നപ്പോ ഒരു മഹാത്മാവിനെ കണ്ടു. ഇതുപോലെ ഒരു മഹത്തായ ചരിത്രത്തിന്റെ പ്രാതസന്ധ്യയിൽ ഉണ്ടായ ഒരു വലിയൊരു ചരിത്ര സംഭവമാണ് ചെമ്പഴന്തിയിൽ അണിയൂരിൽ വെച്ച് ഉണ്ടായ സമാഗമം. നാരായണ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഉണ്ടായ സംഗമം, അതിന്റെ സ്വാധീനത, അതിനെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് കടത്തനാട്ട് മാധവിയമ്മ. കടത്തനാട്ട് മാധവിയമ്മ ഈ ലീലയാ കാലമധികം എന്നുള്ളൊക്കെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ നാരായണ ഗുരുദേവന്റെ ഇതൊക്കെ അവരതിൽ പരാമർശിച്ചുകൊണ്ട് ആ കവിതയിൽ പറയുന്നുണ്ട്, സ്വാത്വിക വിശുദ്ധിയാർജിക്കേണ്ടതാണ് വാർദ്ധക്യം. നമ്മളൊക്കെ ഇതെല്ലാം പഠിക്കുന്നതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? അവസാന കാലത്തെങ്കിലും സ്വാത്വിക വിശുദ്ധിയാർജിക്കേണ്ടതാണ് വാർദ്ധക്യം.
ആ വാർദ്ധക്യത്തിൽ ഏകാന്തശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നുവെങ്കിൽ എല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലേ? നമുക്ക് അതില് സന്തോഷം. അതല്ല, സാത്വിക വാർദ്ധക്യത്തിൽ ഒരാൾക്ക് ഏകാന്തശാന്തമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഹൃതക്ഷയം. ഇതിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചെറുപ്പക്കാരൊക്കെ വളരെ കുറയും. നമുക്കൊക്കെ ഇനിയും കാലങ്ങളുണ്ട്. അതുകൊണ്ട് കാലം ഒരാൾ എങ്ങനെ ആക്കി മാറ്റുന്ന ആർക്കറിയാം? നമുക്ക് എന്നോടൊക്കെ പലരും ചോദിക്കാട്ടെ, നിങ്ങൾ ഇത്ര ധൈര്യമായി ഇവിടെയൊക്കെ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു കാലത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ രസകരമായിട്ടാണ്. അപ്പൊ കാലം ആൾക്കാരെ എന്താക്കി തീർക്കും. ലീലയ നവോത്ഥാന കാലഘട്ടത്തിൽ, നവീകരണ കാലഘട്ടത്തിൽ ഇതില് ഈ ഒരു സന്ദേശം നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത് വലിയൊരു വേദാന്ത സന്ദേശമാണ്. ബാലകൃഷ്ണൻ നായർ സാറെ പോലെയുള്ള വേദാന്ത വനസഞ്ചാരികൾ, ചിന്മയാനന്ദ സ്വാമി അവസാന കാലത്ത് ആശിഷ് നന്ദിക്ക് എന്തോ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അപ്പോൾ എന്തായി തീരണമെന്നായിരുന്നു നിങ്ങൾക്ക് ആഗ്രഹം? പറഞ്ഞു, ഇവിടെ എറണാകുളത്ത് പൂതാമ്പള്ളി തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിന് ബാലകൃഷ്ണ മേനോൻ എന്ന് പേരിട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ ഏകാന്ത പതികനാകണം, വേദാന്ത വനസഞ്ചാരിയായി കഴിയണം. ലോക പ്രശസ്തനായ ഗീതാചാര്യനായ ചിന്മയാനന്ദ സ്വാമിയാണ് പറഞ്ഞത്. അപ്പൊ ഈ സന്ദേശം ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുദേവനും ആയിട്ടുള്ള സമാഗമത്തിന്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ സമന്വയത്തിന്റെ സന്ദേശമാണ്. അത് ഈ ലോകത്തിന് തന്നെ നൽകിയിരിക്കുന്നത്. അത് നവീകരണത്തിന്റെ സന്ദേശമാണ്. ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന സംഘർഷം, കലാപം, അതല്ല, ദാർശനികമായ ഒരു അടിത്തറ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രായോഗിക രൂപങ്ങൾ പിന്നീട് വന്ന ആൾക്കാർ ഒരുപാട് പേര് വളരെ നിശബ്ദമായിട്ട്, ഒരേ സമയം നിശബ്ദമായും നിസ്തുലവുമായി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എറണാകുളത്ത് 1904 ചട്ടമ്പി സ്വാമികൾ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ ചരിത്രത്തില് അത് ഒരേ ഒരു പ്രഭാഷണം നടത്തിയിരിക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. സ്ത്രീ പുരുഷ സമത്വം സമാജത്തിൽ. TC കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ, മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപ, സ്ത്രീ പത്രാധിപിയാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവ് സാഹിത്യ കുശലൻ TK കൃഷ്ണമേനോൻ, അദ്ദേഹത്തിന്റെ സ്മരണകളൊക്കെ ഇപ്പോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്തിന്റെ ചരിത്രമണ്ഡലത്തിൽ വിദ്യാധിരാജ പൈതൃകത്തെ കുറിച്ച് പിന്നീട് ഒരിക്കലും സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഈ 7 മണിക്ക് ഫാദർ സേവ്യർ തറമലിന്റെ കൂടെ ഒരു പരിപാടി ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവരോടും നമസ്കാരം പറയുന്നു. നന്ദി, നമസ്കാരം. ഒരു ജനതയിൽ ഉണ്ടാക്കിയ സ്വാധീനവും പ്രചോദനവും മാറ്റവും ശ്രദ്ധേയമാണ്. ഉണ്ടാക്കിയ മഹാമനീഷിയമാണ് പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. പ്രയത്നത്താൽ സമൂഹത്തിലുണ്ടായ പരിവർത്തനങ്ങൾ രൂഢമൂലമാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല. ഒരു കാര്യം മാത്രം അറിയാം. സ്വാമിജിയോട് പറഞ്ഞപ്പോൾ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ 2 വോള്യൂംസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നാളെ തന്നെ അത് വാങ്ങി ഞാൻ വായിക്കാനൊരു തയ്യാറാവും. ഗുരുദേവന്റെ, നാരായണ ഗുരുദേവന്റെ കൃതികൾ ഏകദേശം വായിച്ചിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞാനൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ ഉന്നത പദവിയായ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും POCയുടെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ സ്വാമിജി, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ,
സമയത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, അധികമായാൽ അമൃതം വിഷമാണ്. ആവശ്യത്തിലധികം നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. പൂർവ്വസൂരികളായ മഹത് വ്യക്തികളുടെ ജീവിതങ്ങളെ ധ്യാനിക്കുക നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനമാണ്. ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും സന്ദേശങ്ങളും ഒക്കെ മനോഹരമായിട്ട് ഇവിടെ ദീർഘമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതുപോലെയുള്ള സ്മരണ ചടങ്ങുകൾ നമുക്ക് നൽകുന്ന അത് അവസരങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടില് പ്രഭാഷണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല. അതെല്ലാം കേട്ട് നമ്മൾ ആവശ്യത്തിലധികം കേട്ട് മടുത്തിരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒന്ന് അതിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് സ്വാധീനിക്കുവാനും ഇടയായാൽ അത് സമൂഹത്തിന് നന്മയായി മാറും. ഈ മഹാന്മാരെയൊക്കെ ധ്യാനിക്കുമ്പോൾ അവരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കറിയാം, അവരൊക്കെ കാലത്തിന് മുമ്പേ ജനിച്ചവരാണ്. അവരായിരുന്ന ജീവിത സാഹചര്യങ്ങളിലെ കാലങ്ങളിൽ അവരുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യങ്ങളെ വേദേതിഹാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിശകലനാത്മകമായി കണ്ടുകൊണ്ട് അവിടെ മലീമസമാക്കപ്പെട്ടിരുന്നതിനെയൊക്കെ നീക്കുവാനായിട്ട് ധീരമായ ചുവടുകളെടുത്ത വ്യക്തികളാണ് ചട്ടമ്പി സ്വാമികളായാലും ശ്രീനാരായണ ഗുരു ആയാലും മറ്റ് ഏത് മഹാന്മാരായാലും. പ്രവണഹത്തുകളാകുന്നത് തന്നെ അത്തരത്തിലുള്ള പ്രതിജ്ഞാബദ്ധത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്കുമുള്ള ഒരു വെല്ലുവിളി അതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ വിമർശനാത്മകമായും വിവേചനാപരമായും കണ്ടുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തുവാൻ, അത് നമ്മളെല്ലാവരും തിരുത്തൽ ശക്തികളാകുന്നവരാണ്. പക്ഷെ തിരുത്തൽ മറ്റുള്ളവരുടെ കാര്യത്തിലാണെന്ന് മാത്രം. ബൈബിളില് ഒരു വാക്യമുണ്ട്, നിന്റെ കണ്ണിൽ തടിയിരിക്കെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കാണുവാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഇന്നത്തെ ഒരു പ്രശ്നം അത് തന്നെയാണ്. മറ്റുള്ളവരുടെ കരട് മാറ്റുവാൻ, മറ്റുള്ളവരെ തിരുത്തുവാൻ എല്ലാം നമുക്ക് എല്ലാവർക്കും ആവേശമാണ്. പക്ഷേ ഉള്ളിലേക്കൊന്ന് നോക്കുവാൻ, ഈ മഹാരഥന്മാരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുവാൻ, നമ്മുടെ കണ്ണിലെ കരടും നമ്മുടെ ജീവിതത്തിലെ മലിനതയും തിരിച്ചറിയുവാൻ, അത് തിരുത്തുവാനുള്ള ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുവാൻ ഇത്തരത്തിലുള്ള ആചരണങ്ങൾ സഹായിച്ചാൽ സമൂഹം കൂടുതൽ ശ്രേഷ്ഠമായി തീരും, അനുഗ്രഹീതമായി തീരും. അതിന് ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിക്കുവാൻ, അതിൽ പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെയോ സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ മത ചിന്തകൾക്കോ അതീതമായിട്ട് ഞങ്ങളെയൊക്കെ കൂടെ ഉൾക്കൊള്ളിക്കുവാനായിട്ട് കാണിച്ച വലിയ മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങേ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പരമകാരുണ്യനും കരുണാവതിയുമായ ഈശ്വരനാമത്തിൽ ആരംഭിക്കുന്നു. ബഹുമാന്യ യോഗാധ്യക്ഷൻ, അതിനെ അവിടെ ഉദ്ഘാടനം ചെയ്ത സ്വാമിജി, മറ്റു വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹവും ബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരിൽ നിന്നുള്ള രക്ഷ സമാധാനം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ നവോത്ഥാന നവമണ്ഡലത്തിലെ വളരെ ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്ന ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഈ അനുസ്മരണ യോഗത്തിലേക്ക് വിനീതനെ ക്ഷണിച്ചതിന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആദ്യമായി സംഘാടകർക്ക് നന്ദി അറിയിക്കുകയാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ചട്ടമ്പി സ്വാമികളുമായി പ്രാസ്ഥാനികമായ ഒരു ഐക്യബന്ധമുണ്ട് എന്ന് ആദ്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദിയ പ്രസ്ഥാനത്തിലെ സ്ഥാപകരായിരുന്ന ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ്, അദ്ദേഹവും ചട്ടമ്പി സ്വാമികളും സമകാലീനരായിരുന്നു, ഏറെക്കുറെ സമകാലീനരായിരുന്നു. അതേപോലെ തന്നെ ആശയപരമായി പലതരത്തിലുള്ള സാദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ യോഗത്തിലെ സംഘാടക സമിതിയെ പോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തിയിട്ടുള്ള അതിഥികളെയും അതേപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ള ബഹുമാന്യ ശ്രോതാക്കളെയും അഭിനന്ദിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ
നമ്മളിന്ന് വളരെയധികം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇതുവരെ എന്നാൽ ലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അല്ലെങ്കിൽ മൈലുകൾക്കപ്പുറമുള്ള അന്യഗ്രഹങ്ങളിലേക്കും ബഹിരാകാശത്തേക്കുമെല്ലാം നാം സഞ്ചരിക്കുന്നതിന്, പര്യവേഷണം നടത്തുന്നതിന്, നാം അവിടെ പോകുന്നതിന് തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ഇപ്പുറം സ്വന്തം മതിൽക്കെട്ടിനപ്പുറത്തുള്ള താമസിക്കുന്ന അയൽക്കാരന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ അവിടേക്ക് എത്തി നോക്കാൻ പോലും നമുക്ക് സമയമില്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിനായി വളരെ ശാസ്ത്ര സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിലുള്ള ആധുനിക സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി അവിടെയുള്ള ശബ്ദം പിടിച്ചെടുക്കാൻ ഇന്ന് ശാസ്ത്രലോകം വെമ്പൽ കൊള്ളുമ്പോൾ, മറുവശത്ത് നടു റോഡിൽ അപകടത്തിൽപ്പെട്ട് സഹായത്തിനായി അപേക്ഷിക്കുന്ന നമ്മുടെ സഹോദരന്റെ കരച്ചിൽ കേൾക്കാൻ നമ്മൾക്ക് പലപ്പോഴും സമയമില്ലാതാവും. ഈ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു സമീപനത്തോടു കൂടിയാണ്, ആത്മതലത്തോടു കൂടിയാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു പ്രഹേളികയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ക്ഷണിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും മറ്റുള്ളവരെ സംബന്ധിച്ച് പഠിക്കുവാനും നിങ്ങളെല്ലാവരും കാണിച്ച സന്മനസ് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഞാൻ പറയുകയുണ്ടായി, അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരായ ഹസ്രത്ത് മിർസാ ഗുലാം അബ്ദുൽ ഖാദിർ അലൈഹിസ്സലാമും അതേപോലെ തന്നെ ശ്രീ ചട്ടമ്പി സ്വാമികളും പ്രാസ്ഥാനികമായ ആശയപരമായ പല വിധത്തിലുള്ള സാദൃശ്യങ്ങൾ പുലർത്തുന്നവരാണ്. അതിലേക്ക് ഒരു ഉദാഹരണം മാത്രം പറയാം, സമയപരിമിതി ഉണ്ടല്ലോ, ഒരു ഉദാഹരണം മാത്രം പറയാം. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ചട്ടമ്പി സ്വാമികളുടെ പല ലിഖിതങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം സർവ്വമതങ്ങളെയും അംഗീകരിച്ചിരുന്നുവെങ്കിലും മതങ്ങളുടെ മോക്ഷത്തിന്റെ കാര്യത്തിലുള്ള കുത്തകാവകാശവാദത്തെ അദ്ദേഹം ഖണ്ഡിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഹിന്ദുമതം മാത്രമാണ് മോക്ഷത്തിന് അർഹം, അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഹോദരൻ പറയുകയാണ് ക്രിസ്തുമതം ഒഴികെയുള്ളതെല്ലാം നാശത്തിലാണ്, അതല്ലെങ്കിൽ മുസ്ലിം പറയുകയാണ് അമുസ്ലിങ്ങളെല്ലാം നരകാവകാശികളാണ്. ഇങ്ങനെയുള്ള മോക്ഷത്തിന്റെ കുത്തക അവകാശവാദത്തെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതുപോലെ പ്രവാചക തിരുമേനിയായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇറങ്ങിയ കാര്യങ്ങൾ അത് ഏതുപോലെ ശരികളാണോ അതേപോലെ തന്നെ ശരികളാണ് മോശ പ്രവാചകൻ ഇറങ്ങിയതും യേശുക്രിസ്തുവിന് ഇറങ്ങിയതും അതേപോലെ തന്നെ ഇന്ത്യയിലെ മതഗുരുക്കന്മാരായിട്ടുള്ള മഹാത്മാ ശ്രീകൃഷ്ണനും ശ്രീരാമചന്ദ്രനും മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയത് എപ്രകാരം ശരികളാണ് അതേപോലെ ശരികളായിരുന്നു എന്നാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് സിദ്ധാന്തിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാന സ്ഥാപകർ എന്തെങ്കിലും ഒരു ആശയം കണ്ടുപിടിച്ച് അവതരിപ്പിച്ചതല്ല, മറിച്ച് ഈ ഒരു സന്ദേശം ഞങ്ങൾ പഠിപ്പിച്ചത് പ്രവാചകൻ വിശുദ്ധ ഖുർആൻ തന്നെയാണ്. കാരണം ഖുർആൻ പറയുന്നത് ഒരു സന്ദേശകാരൻ, ഒരു ദൈവത്തിന്റെ നിന്നുള്ള ഒരു ഗുരു വെളിപ്പെടാത്ത ഒരു സമൂഹവും ഒരു സമുദായവും കഴിഞ്ഞു കടന്നിട്ടില്ല. അപ്പൊ സാർവദേശീയമായ എല്ലാ സത്യങ്ങളെയും, ഹിന്ദു മതത്തിൽ വെളിപ്പെട്ട സത്യമാണെങ്കിലും യഹൂദ മതത്തിൽ വെളിപ്പെട്ട സത്യമാണെങ്കിലും ക്രിസ്തു ദർശനങ്ങളിൽ വെളിപ്പെട്ട സത്യമാണെങ്കിലും മഹർഷി ഗുരുക്കന്മാരാണെങ്കിലും സാർവദേശീയമായ സാർവകാലികമായ എല്ലാ സത്യങ്ങളെയും ഒരുപോലെ വിശ്വസിച്ച് ആദരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത്. പ്രവാചകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനം തന്നെ, ഒരു വിശേഷണം തന്നെ പ്രവാചകന്മാരുടെ അലങ്കാരം അല്ലെങ്കിൽ മതഗുരുക്കന്മാരുടെ അലങ്കാരം എന്നാണ്. അതായത് മറ്റു മതഗുരുക്കന്മാരെ സത്യപ്പെടുത്തുക മാത്രമല്ല അവരെ മഹത്വപ്പെടുത്തുക കൂടി ചെയ്യുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ഈ ആദർശം അത് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള സാരഥിയായ ഹസ്രത്ത് മിർസാ മസ്റൂർ അഹമ്മദ് അയ്യദല്ലാഹു തആല തിരുമനസാണ്. അദ്ദേഹം ഞങ്ങളുടെ 5ാമത്തെ ഖലീഫയാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് പരിചയപ്പെടുത്താൻ കൂടി ഈ ഒരു സദസ്സ് വിനിയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞതുപോലെ ചട്ടമ്പി സ്വാമികൾ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ചു. സമൂഹത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടുകയുണ്ടായി. സാമൂഹിക നീതിക്ക് വേണ്ടി അദ്ദേഹം പ്രഘോഷിക്കുകയുണ്ടായി. അതുപോലെ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകത്ത് ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ, എല്ലാവരോടും സ്നേഹം ആരോട് വെറുപ്പില്ല എന്നുള്ള മുദ്രാവാക്യവുമായി ലോകത്തെ 200-ൽ പരം രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ള സമാധാന സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള മഹാഗുരുക്കന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ അവരുടെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ലോകത്ത് ഒരു സമാധാനം
സംജാതമാക്കുന്നതിന് പരിശ്രമിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനമായി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വ്യത്യസ്ഥാപകരായ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ്, അദ്ദേഹം 1908 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായി എഴുതിയ ഒരു ഗ്രന്ഥമാണ് മൈത്രി സന്ദേശം എന്ന് പറയുന്ന ഗ്രന്ഥം. അന്ന് നമുക്കറിയാം ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വിഷയം അത്ര സമൂഹത്തിൽ അത്ര വിഷയമല്ലാതെ കാലഘട്ടത്തിലും അദ്ദേഹം ഹിന്ദു മുസ്ലിം മൈത്രിക്കായിട്ടാണ് ലാസ്റ്റ് അവസാനമായി ഗ്രന്ഥം എഴുതിയത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രം അവസാനമായി വായിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, പ്രിയ സുഹൃത്തുക്കളെ, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആയ നാം എല്ലാവരും നൂറ്റുകണക്കായ വിശ്വാസ അഭിപ്രായ വൈരുദ്ധ്യങ്ങളോട് കൂടിയവരാണെങ്കിലും ഈ പ്രപഞ്ച സകലത്തിന്റെയും സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഒന്നാകുന്നുവല്ലോ. അപ്രകാരം തന്നെ നാം എല്ലാം മനുഷ്യരെന്ന നിലയിൽ പൊതു താല്പര്യത്തോടു കൂടിയവരുമാകുന്നു. അതെ, മനുഷ്യരെന്ന പേരിൽ നമ്മളെല്ലാവരും പരസ്പര ബന്ധിതമായിരിക്കുന്നു. അതുമല്ല, നാം ഒരേ രാജ്യത്തിൽ നിവസിക്കുന്നവരാവുകയാൽ അന്യോന്യം അയൽക്കാരെന്ന നിലയിലും ബന്ധപ്പെട്ടവരാകുന്നു. അതിനാൽ നമ്മൾ ആത്മാർത്ഥതയോടും നിഷ്കപടതയോടും കൂടി പരസ്പര മിത്രങ്ങളായി വർത്തിച്ചും മതപരവും ലൗകികവുമായ വൈഷമ്യ ഘട്ടങ്ങളിലെല്ലാം അന്യോന്യം സഹതാപം പ്രദർശിപ്പിച്ചും ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്നോണം തമ്മിൽ സഹകരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാകുന്നു. ഇപ്രകാരം പ്രവർത്തിക്കാൻ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്വാമിജി, യോഗത്തിന്റെ പ്രസിഡന്റ് ഡി ബാബുരാജ്, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹമുള്ളവരെ, ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത അദ്വൈത പ്രജാസഭയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 172ാമത് ജയന്തി ആഘോഷിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ ഇതിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഒറ്റ വാക്ക് മാത്രമേ ഞാൻ പറയുന്നത്, എന്നെ ഈ ഭാരതീയ ദർശനം ആകർഷിച്ചത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, പ്രകൃതി വിഭവങ്ങൾ എല്ലാ ചരാചരങ്ങൾക്കും അവകാശപ്പെട്ട എന്നൊരു ദർശനവും, രണ്ടാമത് ദൈവം മുകളിലല്ല, ദൈവം ഓരോ ജീവജാലങ്ങളിലുമാണ് എന്നുള്ള ഭാരതീയ ദർശനമാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആദ്യം 5 ബുക്കുകൾ രചിക്കുകയും 52 ഗവേഷണ പ്രതിബന്ധങ്ങളും 1650-ലധികം ശാസ്ത്ര സംബന്ധമായ ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ഡോക്ടർ രാജീവ് ജ്ഞാനക്കുഴയെ ക്ഷണിക്കുന്നു. നൽകുന്നതിനായി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ സ്വീകരിക്കുന്നത് ശ്രീമതി സുശീല റാവുമാണ്. വൈകിയിരിക്കുന്നു എന്ന തോന്നലിൽ നിന്നുകൊണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല. സാന്നിധ്യം കൊണ്ട് ഈ സായാഹ്നത്തെ ധന്യമാക്കിയ പൂജനീയ ഗുരുസ്ഥാനീയരെ, പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങളെ ഈ ധന്യമായ ചടങ്ങിൽ ഇവിടെ എത്തിക്കാൻ അരങ്ങൊരുക്കിയ അദ്വൈത പ്രജാസഭയുടെ എല്ലാ സാരഥികളെയും മുക്തകണ്ഠം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന, വിശേഷിച്ച് ആർഷഭാരത സംസ്കാരത്തിൻ്റെ തനിമ ചോർന്നു പോകാതെ ധർമ്മ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് ദിശാബോധം നൽകുവാൻ പ്രവർത്തിക്കുന്ന പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ സത്യത്തിൽ ബഹുമാനിതരാകുന്നത്
അദ്വൈത പ്രചാര സഭയുടെ നേതാക്കന്മാർ തന്നെയാണ്. സഭാവന്ദനം പൂജനീയ സ്വാമിജി, വേദിയിലും സദസ്സിലും ഭവിഷ്യരായിരിക്കുന്ന സജ്ജനങ്ങളെ, ധന്യമായ ഈ നിമിഷം ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയ അനുഭവമായി കരുതുന്നു. പൂജനീയ സ്വാമിജിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞത് സുഹൃതമായി കരുതുന്നു. ആദ്യമായി ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ എന്നെ സെലക്ട് ചെയ്ത അദ്വൈത പ്രചാര സഭയ്ക്ക് ഞാൻ ഏറ്റവും അധികം നന്ദി തന്നെ പറയുന്നു. ഈ പ്രചാര സഭയുമായിട്ട് എൻ്റെ സഹവർത്തിത്വം സംസ്കൃത പഠനത്തിലൂടെയും പാഠനത്തിലൂടെയുമാണ്. സംസ്കൃതം നമ്മുടെ ദേവഭാഷയാണ്, വേദഭാഷയാണ്. ഏറ്റവുമേറെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഭാരതത്തിൻ്റെ അമൂല്യമായിട്ടുള്ള നിധിയാണ്, ഭാരതത്തിൻ്റെ പൈതൃകമാണ്. ഏറ്റവും പുരാതനമായിട്ടുള്ള നമ്മളുടെ ഭാരതത്തിന് മാത്രം അവകാശപ്പെടാവുന്ന നമ്മളുടെ പൈതൃകമാണ്. ഇവിടെ ആദരിച്ചത് ചെറിയൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ബാങ്കുകൾ കളിക്കാറുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ഇത്ര നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന അദ്വൈത പ്രചാര സഭയിലെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ബാബുരാജാചാര്യ പ്രത്യേക നന്ദി, നമസ്കാരം. മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ടവർ, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 172ാമത് ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്വൈത പ്രചാര സഭ ഇങ്ങനെ വിപുലമായ രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു മതസൗഹാർദ്ദ വേദിയായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട സ്വാമിജി, ഫാദറും മുസ്ലിം സമുദായത്തിൻ്റെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെപ്പറ്റി, കാഴ്ചപ്പാടുകളെപ്പറ്റി, വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തിയെപ്പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഇടവരുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്വൈത പ്രചാര സഭയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ശ്രീ ബാബുരാസാറും അദ്വൈത പ്രചാര സഭയുടെ എല്ലാ ഭാരവാഹികൾക്കും ആദ്യം തന്നെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാനിവിടെ 2 ശ്ലോകം ചൊല്ലാനാണ് സാറ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സദ്ഗുരുവിന്റെ മഹാസമാധി സമയത്ത് ചട്ടമ്പി സ്വാമി തിരുവടികളെ പ്രവർത്തിച്ച് രചിച്ച 2 ശ്ലോകമാണ് ഞാനിവിടെ ചൊല്ലുന്നത്. സർവജ്ഞ ഋഷിരുത്ക്രാന്ത സദ്ഗുരു ശുകവർത്മന ആഭാതി പരമവ്യോമ്നി പരിപൂർണ കലാനിധി സർവജ്ഞ ഋഷിരുത്ക്രാന്ത സദ്ഗുരു ശുകവർത്മന ആഭാതി പരമവ്യോമ്നി പരിപൂർണ കലാനിധി ലീലയാ കാലമധികം നീത്വാന്തേ സമഹാപ്രഭു നിസ്വം വപു സമുത്സൃജ്യ സ്വം ബ്രഹ്മ വപുരാസ്ഥിതഃ
ലീലയാ കാലമധികം നിത്വാന്തേ സമഹാപ്രഭു നിസ്വം വപു സമുത്സൃജ്യ സ്വം ബ്രഹ്മ വപുരാസ്ഥിതഃ. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖമാകുന്നു. ബാബുരാജ് സാർ ആദ്യം തന്നെ എന്നോട് വളരെ ചെറിയ വാക്കുകളിൽ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളിലും അതാത് കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിൽ നവീകരിക്കുന്നതിന് വേണ്ടി ഗുരുക്കന്മാർ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരാളും ഒരാളിലും വലുതല്ല, ഒരാളും ഒരാളിലും ചെറുതല്ല. ഗുരുക്കന്മാരുടെ ജീവചരിത്രങ്ങളും അവരുടെ ആശയങ്ങളും അവരുടെ പ്രബോധനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് ആത്മീയ ഗുരുക്കന്മാരെ താരതമ്യം ചെയ്യുന്നതും ആത്മീയ ഗുരുക്കന്മാരെ അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ ലോകത്തുള്ള 400 മതങ്ങളെ വേർതിരിച്ച് കണ്ടുകൊണ്ട് ഗുരുക്കന്മാരെ ആക്ഷേപിക്കുന്നത് ചിന്താശേഷിയില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ എല്ലാ ഗുരുക്കന്മാരിലും ക്രിസ്തു മതത്തിലുള്ളതായാലും ശരി, മുസ്ലിം മതത്തിലുള്ളതായാലും ശരി, സിഖ് മതത്തിലുള്ളതായാലും ശരി, ഹിന്ദു സനാതന ധർമ്മത്തിലുള്ളതായാലും ശരി, ബുദ്ധമതത്തിലും ജൈനമതത്തിലും തുടങ്ങി 400ഓളം മതങ്ങളിലുള്ള ആചാര്യന്മാരെയും വിളക്കായി തന്നെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന പരമപൂജനീയ സദ്ഗുരു സച്ചിദാനന്ദ സ്വാമികൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട, ഫാദർ തറമേലച്ചൻ, നജീബ് മാഷ്, ഡോക്ടർ ജോയി സാറ്, ഭാസ്കരൻ, ജസ്റ്റിസ് ഭാസ്കരൻ സാറ് തുടങ്ങി ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെനിക്ക് സാധിക്കുന്നില്ല. പിന്നെ ഈ വിഷയം കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ എല്ലാ ഗുരുക്കന്മാരെയും തുല്യരാണ് എന്ന് കാണണം. അതിനുവേണ്ടി പഠിപ്പിക്കുന്നതിനായിട്ട് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് നിരന്തരമായി ഇതുപോലുള്ള പരിപാടികൾ, ഇപ്പം ചട്ടമ്പി സ്വാമികളുടെ ജയന്തി മാത്രമല്ല, ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ആദ്യം തൊട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് നമ്മുടെ അദ്വൈത പ്രചാര സഭയാണ്. അദ്വൈത പ്രചാര സഭയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം തന്നെ ഗുരുക്കന്മാരെ വേർതിരിവില്ലാതെ കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഈ ലോകത്തുള്ള സമസ്ത ഗുരുക്കന്മാരുടെയും പേരിൽ നന്ദി. എല്ലാവരും പ്രിയമുള്ളവരെ, ഈ ചടങ്ങിന് മനോഹരമായി കോമ്പയറിംഗ് നിർവഹിച്ച കുമാരി ശ്വേതയ്ക്ക്